ചൂഷണത്തിനെതിരായി പോരടിക്കുന്നവർ, ദുർബലനായ മനുഷ്യന് നിരാശ ഉണ്ടാവുന്നിടത്ത് ആത്മവിശ്വാസം പകർന്നു നൽകുന്നവർ, അവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. പാവപ്പെട്ടവന് വേണ്ടി സമർപ്പിച്ചതാണ്, സമൂഹത്തിലെ അതിദരിദ്രനും ദുർബലനും വേണ്ടി സമർപ്പിച്ചതാണ്. ആ ബോധത്തോടു കൂടിയാണ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിൽ ഇരിക്കുന്നത്. ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു പോറലേൽക്കാതെ കാത്തു രക്ഷിക്കേണ്ടത് ഈ നാടിന്റെ ആവശ്യമാണെന്ന ഉറച്ച വിശ്വാസത്തോടെ ദുർബലരോടുള്ള പ്രതിബദ്ധതയിൽ പാർട്ടി പ്രവർത്തിക്കുക. എല്ലാവരും പാർട്ടി അംഗങ്ങളൊന്നുമല്ല, എല്ലാവർക്കും ഒന്നും അംഗങ്ങളാവാൻ കുറെ പ്രയാസം ഉണ്ടാവും. അവരും സമ്മേളനത്തിന് വരും, അതിനാണ് ഒരു ബാൻഡൊക്കെ വെച്ചത്. അവരും സമ്മേളനത്തിന് വരും, അവർ വളണ്ടിയർമാരായിരിക്കും. അവരും സമ്മേളനത്തിന് വരും, നമ്മുടെ പൊതുയോഗത്തിൽ പങ്കെടുക്കും. അവരുടേതാണ് ഈ പാർട്ടി, അവർ ഈ പാർട്ടിയുടെ ഉടമസ്ഥന്മാരാ. അങ്ങനെ പാർട്ടി സമ്മേളനം അത് നടക്കുക. അപ്പൊ ഇങ്ങനത്തെ ഒരു മൈതാനം കിട്ടിയില്ല. അപ്പൊ റോട്ടൊക്കിൽ ഒരു പൊതുയോഗം വെച്ചു. സഹിച്ചൂടാ, അയ്യോ റോട്ടൊക്കിൽ മാർക്സിസ്റ്റ് പൊതുയോഗം വെച്ചു. കാറ് പോവാത്ത റോട്ടിൽ സ്റ്റേജ് കെട്ടി കുടുങ്ങിയില്ലേ മനുഷ്യൻ. ഏതോ റോട്ടൊക്കെ സ്റ്റേജ് കെട്ടിയാ തുടങ്ങിയില്ലേ. അപ്പോഴേക്കും മറ്റേ കേസ് സുപ്രീം കോടതിയിലേക്ക്, എന്തിനും ഇവിടെ ഒരു ലോക്കൽ സമ്മേളനത്തിന്റെ പൊതുയോഗത്തിന് സ്റ്റേജ് കെട്ടി സുപ്രീം കോടതിയിൽ പോയി കേസ് എടുക്കുക. എന്താ കാര്യം? അങ്ങനെയൊക്കെയാണ്. വലിയ പബ്ലിസിറ്റി ഇട്ടും. എന്തൊരു ട്രാഫിക് ജാം. അല്ലെങ്കിൽ ഇവിടെ ട്രാഫിക് ജാം ഉണ്ടായില്ലേ? ഇപ്പൊ ഇന്ന് ഇവിടെ ഒരു ട്രാഫിക് ജാം ഉണ്ട് നമ്മളെ പൊതുയോഗത്തിന് നിന്ന്. അല്ലെങ്കിൽ കേച്ചേരിയിൽ ട്രാഫിക് ജാം എന്ത് ഞാൻ ഇതിലെ പോകണ്ടേ? ഞാൻ ഇടയ്ക്കാണ്. 10 മനുഷ്യൻ പോകും എത്ര സ്ഥലം പോരെ? 10 കാർ പോകാൻ എത്ര സ്ഥലം വേണമെന്ന് ആലോചിച്ച് നോക്കിയേ. അത് ആരും പറയുന്നില്ല. ഇവരെല്ലാവരും കൂടി കാർ പോകേണ്ട കാര്യം തന്നെ. നടന്നു പോയപ്പോഴും ഇത്ര കാർ വേണമെന്ന് നിങ്ങൾ ആരെയും ചോദിക്കുന്നില്ല. ആരും ചോദിക്കില്ലല്ലോ. എന്നാൽ ഇത്ര വലിയ കാർ വേണോ? അത് വേണം. എന്നൊരു കുഞ്ഞു കാർ പോയപ്പോഴും പിന്നെ ഏറ്റവും വലിയ കാറ് പോകുമ്പോൾ അത്രയും സ്ഥലം പോവല്ലേ? 25 കാർ ഇങ്ങനെ കിടക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട എന്താ? 25 കാറ് കിടക്കുന്നു എന്നല്ല, 25 ആളെ ഉള്ളൂ എന്നാ. ഞാൻ അതിനെതിരൊന്നുമില്ല. കാറുള്ളോ കാറ് പോയിക്കോട്ടെ. അപ്പോ കാറുള്ളോൻ കാറ് പോകുന്നത് പോലെ തന്നെ പാവങ്ങൾക്ക് ഒരു ജാഥ നടത്താനുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ചു തരണമെന്ന് വളരെ വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ ഇതുമൊക്കെ കുത്തിക്കേണ്ട, മനസ്സിലായി? ഇവരെ ഇറങ്ങിയിരിക്കപ്പോ വിവരമില്ലാത്തൊരു നമ്മളോട് എന്തിനാ നിങ്ങൾ ഈ ജാഥ നടത്തുന്നത്? എന്തിനാ നിങ്ങൾ ഈ പ്രകടനം നടത്തുന്നത്? എന്തിനാ നിങ്ങളുടെ വളണ്ടിയർ മാർച്ച്? ഞാൻ ചോദിക്കുന്നവരുണ്ട്. ഞാൻ എപ്പോഴും പറയും, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നത് സോഷ്യലിസം സ്ഥാപിക്കാനാണ്, ഉള്ളവനും ഇല്ലാത്തവനും ഇല്ലാത്ത ഒരു ലോകം സൃഷ്ടിക്കാനാണ്, സാമൂഹ്യ മാറ്റത്തിനാണ്. സാമൂഹ്യ മാറ്റത്തിന്റെ പതാകയും എന്തിയാണ് ആ വളണ്ടിയർ മാർച്ച് പോകുന്നത്? ഇന്നല്ലെങ്കിൽ നാളെ ഈ നാടിനെ വിമോചിപ്പിക്കും എന്ന ആത്മവിശ്വാസത്തിന്റെ അടയാളമാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ കൂട്ടായ്മകൾ. അതാണത്. ആശയ രാഷ്ട്രീയ സംവാദമുണ്ട്. ഒരു സമൂഹത്തിൽ പലതരം സമരങ്ങൾ നടക്കേണ്ടതുണ്ട്. പ്രത്യയശാസ്ത്ര സമരം വേണം, ആശയ സമരം വേണം. ആശയ സമരത്തിന്റെയും പ്രത്യയശാസ്ത്ര സമരത്തിന്റെയും രാഷ്ട്രീയ സമരത്തിന്റെയും വേദിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനങ്ങൾ. സമൂഹത്തിന്റെ പൊതുബോധത്തെ പുരോഗമനപരമായി പരിവർത്തനം ചെയ്യിക്കാൻ ആവശ്യമായ എല്ലാം കലരുന്നത് കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മേളനങ്ങൾ. നമ്മുടെ നാട്ടില് ഈ BJP അധികാരത്തിൽ വന്ന് RSS പിൻബലത്തോടു കൂടി വലിയ തോതിൽ വർഗീയത പ്രചരിപ്പിച്ചിരിക്കുകയാണ്. മനുഷ്യരെല്ലാവരും വർഗീയവാദിയാക്കി. പഴയ നാടല്ല ഇപ്പത്, പഴയ നാടല്ല. പണ്ട് വിവരമില്ലാത്തതിന്റെ വർഗീയത കുറച്ചുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, നല്ല വിവരമുള്ള മൂർച്ച കൂടിയ വർഗീയത. മനസ്സിലായത്? കാരണം പ്രധാനമന്ത്രി ആരാ? പ്രധാനമന്ത്രിയുടെ ഏറ്റവും വലിയ മെച്ചായിട്ട് അദ്ദേഹം തന്നെ പറയുന്നത് എന്താ? മുസ്ലിങ്ങളുടെ ഒരു പള്ളി തച്ച് പൊളിച്ച് കല്ലൊക്കെ കഷ്ണാക്കി ആ സ്ഥലത്ത് തന്നെ ഒരു അമ്പലം ഉണ്ടാക്കി അത് ഉദ്ഘാടനം ചെയ്ത ആളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഒരു പള്ളിയാണെന്ന്, ആ പള്ളിയുടെ അവകാശമാണെന്ന്. അതിനുവേണ്ടി ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും കലാപം ഉണ്ടാക്കി ജനങ്ങളെ വർഗീയവൽക്കരിച്ച് പള്ളി പൊളിച്ച് അമ്പലം ഉണ്ടാക്കിയില്ലേ? അപ്പൊ പറഞ്ഞു ആദ്യത്തെ പള്ളി പൊളിച്ചോ പറഞ്ഞു ഇനി പള്ളിയൊന്നും പൊളിക്കൂല. നിയമം ഉണ്ടാക്കി ഇന്ത്യൻ പാർലമെന്റ്. കോൺഗ്രസ്സുകാരാണല്ലോ, അവരുടെ ശ്രദ്ധക്കുറവിലുണ്ട്. ഇനി വരാതിരിക്കാനോ നിയമം ഉണ്ടാക്കി. നമ്മുടെ സുപ്രീം കോടതി ഇടക്കാലത്ത് അതിലൊന്ന് വെള്ളം ചേർത്തപ്പോ കാശിയിലെ പള്ളീന്റെ അവിടെ പൊളിക്കൽ പ്രസ്ഥാനം തുടങ്ങി. വിശ്വ ഹിന്ദു പരിഷത്ത് പറഞ്ഞു ഞങ്ങൾക്ക് 3 പള്ളി മതി പൊളിക്കാൻ. ഒന്ന് അയോധ്യ, മറ്റൊന്ന് കാശി, വേറൊന്ന് മധുര. 3 കൂടെ ഞങ്ങൾ പൊളിക്കുള്ളൂ. ഇപ്പൊ എന്താ പറയണത്? 30,000 പൊളിക്കുന്ന 30,000 പള്ളി പൊളിക്കും. ഏത് പള്ളി കണ്ടാലും ഇവര് നോക്കുന്നുണ്ട് അതിന്റെ അടിയിൽ ഒരു അമ്പലമുണ്ട് എന്നുള്ള നിനക്കാണ്. അങ്ങനെയാണോ? അങ്ങനെയല്ലല്ലോ. തീവ്ര വർഗീയ ബോധമോ, അന്യമത വിദ്വേഷം, ഒന്നിച്ചിരിക്കുന്ന മനുഷ്യർ മതത്തിന്റെ പേരിൽ ശത്രുവായി കാണുന്ന സ്ഥിതി, മനുഷ്യ സംസ്കാരത്തെ പിറകോട്ട് വലിക്കുന്ന പ്രാകൃത ചിന്ത അത് വ്യാപിപ്പിക്കില്ലേ? എല്ലാ സമൂഹത്തിലും നിങ്ങൾ ശ്രദ്ധിച്ചോ എത്ര തീവ്രമായ വർഗീയവൽക്കരണമാണ് നടക്കുന്നത്? ആ വർഗീയവൽക്കരണത്തിന് വിധേയനാകുന്ന മനുഷ്യൻ തന്റെ ജീവിത പിന്നോക്കാവസ്ഥ സൃഷ്ടിച്ച ഗതികേടിനെ കുറിച്ച് തിരിച്ചറിവോടുകൂടി അതിനെ നേരിടാൻ പ്രാപ്തനാണോ? വിനീത വിധേയന്മാരായി നിൽക്കുകയല്ലേ? അവകാശബോധമുള്ള ഒരു ജനതയില്ലാതായി മാറില്ലേ? സ്വയം തോറ്റു കൊടുക്കുന്ന മനുഷ്യരാവുകയല്ലേ? നമ്മുടെ ചുറ്റും ആള് വർദ്ധിക്കുകയല്ലേ? നമ്മളെല്ലാവരെയും വിളിക്കുകയാണ് നമുക്ക് ഹിന്ദു ആവാം, എന്നിട്ട് മുസ്ലിമിനെ ആക്രമിക്കാം. സംസ്കാര സമ്പന്നമായ ഒരു സമൂഹത്തിന്റെ അടയാളമാണോ അത്? മറിച്ച് മുസ്ലിമായി ഹിന്ദുവിനെ ആക്രമിക്കുന്നത് നല്ലതാണോ? ശരിയാണോ? ഒരു കൂട്ടർ പറയാം നമുക്ക് ഹിന്ദുവായിട്ട് ആക്രമിക്കാം അപ്പുറത്തേക്ക്. അവര് പറയാണ് ഞങ്ങൾക്ക് വലിയ ആക്രമണങ്ങളുണ്ട്, നമുക്ക് ഒറ്റയ്ക്കാം, ചാൻസ് കിട്ടുന്നിടത്ത് നമുക്കൊന്ന് നോക്കാം. പാവപ്പെട്ടവനോ
എല്ലാവരിലും പാവപ്പെട്ടവരുണ്ട്. ആ പാവപ്പെട്ടവനാണ് പ്രയാസം അനുഭവിക്കുന്നത്. പ്രാകൃതമായ ഒരു കാലത്ത് ജീവിക്കുകയോ? ഇങ്ങനെയായിരുന്നു ഈ നാട് കുറെ നേട്ടങ്ങൾ ഉണ്ടാക്കിയത്, സ്വാതന്ത്ര്യം നേടിയത്, വെള്ളക്കാരനെ തോൽപ്പിച്ചത്, പ്രാഥമിക ജീവിതാവകാശങ്ങൾ നേടിയെടുത്തത് ഏതെങ്കിലും വർഗീയമായ ചിന്തയുടെ ഭാഗമായിട്ടാണോ? ഹിന്ദു വർഗീയതയോ മുസ്ലിം വർഗീയതയോ മറ്റേതെങ്കിലും വർഗീയതയോ നൽകിയ ആത്മവിശ്വാസമാണോ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ജനങ്ങളെ എടുത്ത് അടിച്ചത്? അങ്ങനെയാണോ ഈ നാട് വെള്ളക്കാരനെ തോൽപ്പിച്ചത്? എത്ര മനുഷ്യനാണ് സ്വന്തം ജീവിതം ബലിയർപ്പിക്കാൻ നീട്ടിപ്പിടിച്ച നിറതോക്കിന്റെ മുന്നിലേക്ക് പോയത്, മരിക്കും എന്ന ഉറപ്പിൽ? സ്വാതന്ത്ര്യ സമരത്തിൽ അണിനിരന്നവരല്ലേ നമ്മുടെ നാട്. ആ നിലയ്ക്ക് സമൂഹം രൂപപ്പെടുത്തിയത് എങ്ങനെയാ? സമൂഹത്തിലെ മതപരമായ ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കെതിരായി സമരം വളർത്തിയെടുത്തുകൊണ്ടില്ലേ? ഇപ്പൊ പറയാ നമ്മളെല്ലാവരും ഹിന്ദു അല്ലേ, അങ്ങോട്ട് പോരണോ? വഴി കൂടി പോണതിനൊക്കെ വിളിച്ചിട്ട് ഒരു ഹിന്ദു അല്ലേ, ആരെയാണെങ്കിൽ കയ്യുമ്പോ കുറെ ചരടൊക്കെ എടുത്ത് കെട്ടിക്കോ. അങ്ങനെ ചരടൊക്കെ എടുത്ത് കെട്ടി ഹിന്ദു ആയിതാ. പണ്ട് സവർക്കർ പറഞ്ഞു ഹിന്ദു മതത്തിലെ എല്ലാരും ഹിന്ദു ആക്കാൻ ഒരു വിദ്യയുണ്ട്. എല്ലാരും ഹിന്ദു ആയിരുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. നമ്മൾ കുറെ ആൾക്കാർ ഇപ്പൊ അടുത്ത കാലത്ത് ഹിന്ദു ആയതാ. പണ്ടൊന്നും ഹിന്ദു അല്ല. പണ്ട് നമ്മളെല്ലാവരും ഹിന്ദു ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും രാവിലെ എണീച്ച് ഇവിടെ നേരെ ബസ്സും കയറി ഗുരുവായൂർ പോയി തൊഴുത് പാൽപ്പായസം കഴിച്ച് തിരിച്ചു പോകുന്നതായിരുന്നോ? നിങ്ങൾ അടുത്തല്ലേ ഗുരുവായൂർ അമ്പലം? 1931-32 ഈ ഗുരുവായൂർ വലിയ സത്യാഗ്രഹം നടന്നല്ലോ. എന്തിനാ ദൈവത്തെ കാണാൻ സത്യാഗ്രഹം നടത്തേണ്ട കാര്യം? എല്ലാ ഹിന്ദുവിനെ വിളിച്ച് കയറ്റി കൂടായിരുന്നില്ലേ? ഇപ്പൊ ഹിന്ദുവിനെ വിളിച്ചു കയറ്റാൻ വരുന്നവര് എന്തേ ഗുരുവായൂരിലേക്ക് എല്ലാവരും വിളിച്ചു കയറ്റാതിരുന്നു? വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികല്ലേ? അവിടെ എന്താ പ്രശ്നം? അമ്പലത്തിൽ കയറ്റുന്ന പോട്ടെ, അമ്പലത്തിന്റെ മുന്നിൽ വഴി കൂടിയാണ് നടന്നു പോകാൻ സമ്മതിക്കൂലെന്നല്ലേ? നടന്നു പോകുന്നവനെ ചവിട്ടി തൊട്ടടുത്ത ഞാറ്റുകണ്ടത്തിൽ അവന്റെ തല ആ ചെളിയിൽ ചവിട്ടി ആഴ്ത്തിയിരുന്നില്ലേ ഈ കേരളത്തിൽ? അതായിരുന്നില്ലേ നാട്? വെറുതെ മാറിയതാണോ? ശക്തമായ സമരം വന്നില്ലേ? സമരം വന്നപ്പോ അമ്പലം തുറന്നു. സമരം വന്നപ്പോ ഗുരുവായൂർ അമ്പലത്തിന്റെ കിഴക്കേ നടയിൽ വേലി കെട്ടുക. തൊഴാൻ ചെന്ന AKGയെ സമരം നയിച്ച AKG ഭീകരമായി തല്ലിയില്ലേ? സമരകാലത്ത് അമ്പലത്തിൽ കയറി മണിയടിച്ചു തൊഴുത സഖാവ് P. കൃഷ്ണപിള്ളയെ അതിഭീകരമായി തല്ലിയില്ലേ? അന്ന് എവിടെയായിരുന്നു ഈ ഹിന്ദുബോധം? എല്ലാവരെയും ഒരുമിച്ച് കണ്ടോ? പോരാട്ടം നടത്തിയില്ലൊന്നില്ലേ ഈ നാട്ടിൽ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് മറന്നു പോകരുത്. അന്ന് പാവപ്പെട്ട തീയന്മാർക്ക് ഗുരുവായൂർ അമ്പലത്തിന്റെ ഉള്ളിൽ കയറ്റുവോ? ഒരാളുണ്ടായിരുന്നു അവിടെ, മറന്നുണ്ടാവും. അച്ഛനോട് ചോദിച്ചാൽ അച്ഛനോട് വീട്ടിലുണ്ടെങ്കിൽ പോയി ചോദിച്ചാൽ മതി. ആ ആലിന്റെ പേര് തീയന്മാരുടെ ആലെന്ന. ഗുരുവായൂർ അമ്പലത്തിൽ തീയന്മാരെ ആലി. മനസ്സിലായോ? തീയന്മാർക്ക് ഗുരുവായൂരപ്പനല്ല, സ്വർണ്ണ കൊടിമരമല്ല, മറ്റേ മോളിൽ കൂടി പോണ ഫ്ലൈ ഓവറും അല്ല, ഒരാലായിരുന്നു ഉണ്ടായത്. മനസ്സിലായ? പോരാട്ടത്തിന്റെ സമരവീര്യത്തിന്റെ കരുത്തിൽ അതൊക്കെ ചവിട്ടി പൊളിച്ചാണ് പിന്നോക്കക്കാരൻ ദൈവത്തെ കണ്ടത് എന്ന് മറന്നു പോകരുത്. ഇപ്പൊ കുതിച്ചു പോണ പാവപ്പെട്ടവനെ വിളിച്ചിട്ട് പറയാ പോരടാ, നമുക്ക് മറ്റവനെ തട്ടിക്കളയാൻ കൊണ്ടുപോര്, ഞങ്ങളെ കൂടെ പോര്. മറച്ചു വെക്കുന്നത് എന്താ? മനുഷ്യകുലത്തിന്റെ പോരാട്ട വീര്യത്തെയാണ്. ആ പോരാട്ട വീര്യത്തെ അങ്ങ് മായ്ച്ചു കളഞ്ഞ് വർഗീയത സ്വയം പുഴുങ്ങി പ്രമാണിത്ത മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന പോരായ്മയുടെ രാഷ്ട്രീയത്തിന് വിധേയനായി ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. പാപങ്ങളെന്ന് വിശ്വസിക്കാതെ അവന്റെ ആത്മവിശ്വാസത്തിന്റെ കരുത്ത് പകരാൻ ഒരു ചുവന്ന കൊടിയുമായി ഇന്ത്യ മഹാരാജ്യത്തിറങ്ങി ഈ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുക. അതിനുവേണ്ടിയുള്ള പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അത് അസാധ്യമാണ് എന്ന് ഈ പാർട്ടി കരുതുന്നില്ല. നമുക്കതിലേക്ക് എത്തിക്കാം. എല്ലായിടത്തും വളരെ പെട്ടെന്ന് തന്നെ എത്തിയെന്നൊക്കെ ചോദിച്ചാൽ കുറവുണ്ട്. എന്നാൽ പറ്റുന്നിടത്ത് പല മാറ്റങ്ങളും നമ്മൾ ഉണ്ടാക്കിയില്ലേ? ഞാനും നിങ്ങളും ജീവിക്കുന്നു. ഇപ്പൊ നമ്മൾ ഉത്തരേന്ത്യയിൽ നിന്ന് വാർത്ത വരുന്നുണ്ട്. എന്താ? മുസ്ലിമിനെ ഒരു കേസിൽ പിടിച്ചാൽ ആ കേസിൽ പ്രതിയെ മതി, ശിക്ഷിക്കണ്ട. പ്രതി അയാളുടെ വീട്ടിന്റെ മുകളിൽ കൂടി ഗവൺമെന്റ് ഒരു ബുൾഡോസർ കൊണ്ടുവരും. BJP ഭരിച്ചുള്ള ഒരു ഗുണണ്ടാ, നല്ല ബുൾഡോസർ ആയിരിക്കും ഇവിടെ, അന്തസ്സുള്ള ബുൾഡോസർ. മുസ്ലിം ഒരു കേസപ്പെട്ട വീട്ടിന്റെ മേലെ കൂടാണ്ട് ഉരുളു. സാധാരണക്കാരന്റെ വീട്ടിലാണോ? ഇടത്തരക്കാരന്റെ, കച്ചവടക്കാരന്റെ, വീക്ഷണാശാലികളുടെ, വിദ്യാഭ്യാസമുള്ളവരുടെ, നല്ല നിലയിൽ ജീവിക്കുന്ന മനുഷ്യന്റെ വീട്ടിന്റെ മുകളിൽ കള്ളക്കേസ് ചാർജ് ചെയ്തിട്ട് അങ്ങോട്ട് ബുൾഡോസർ ഉരുട്ടുക. കേരള സംസ്ഥാനത്ത് ഏതെങ്കിലും മുസ്ലിമിന്റെ വീട്ടിന്റെ മേലെ കൂടി ഒരു ബുൾഡോസർ ഉരുട്ടാൻ കെൽപ്പുള്ള കരുത്തുള്ള ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ഒരു ചെങ്കൊടി പാറിച്ച് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണ് എന്നതാണ് അതിന്റെ കാര്യം. അതാണ് പ്രധാനം. അതിനു മുമ്പ് ഇവിടെ ജന്മിയല്ലേ, പ്രമാണിയല്ലേ? ഉത്തരേന്ത്യയിൽ ഇപ്പോ പട്ടികജാതിക്കാരന്റെ അതിക്രമല്ലേ, ബലാത്സംഗല്ലേ? കേരളത്തിൽ പറ്റുമോ? കേരളത്തിൽ പറ്റിയില്ലല്ലോ. പറ്റുമോ? എന്നാ കേരളം എങ്ങനെയായിരുന്നു? ഇവിടെ ഏറ്റവും വലിയ ജന്മിമാരുണ്ടായിരുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും കിരാതമായ ജാതി വ്യവസ്ഥ ഇവിടെ ആയിരുന്നില്ലേ? എന്തുകൊണ്ടാണ് ഏറ്റവും കിരാതമായ ജാതി വ്യവസ്ഥ ഉണ്ടായത്? ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ? ഇങ്ങനെ ഇരിക്കാൻ പറ്റൂല്ലോ. നമ്പൂതിരി ഇരിക്കുന്നതിന്റെ 54 അടി അകലെയല്ലേ തീയനിരിക്കുക, ഈഴവനിരിക്കുക. എന്താ കാരണം? നമ്പൂരിന്റെ നിഴലുണ്ടല്ലോ, നിഴല് പോയിട്ട് തീയന്റെ മേലെ മുട്ടാൻ പഠിച്ച നമ്പൂരിയല്ല, നമ്പൂരിന്റെ നിഴല് ചിലപ്പോ വൈകുന്നേരം ഈ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് നിഴലിന്റെ നീളത്തിന് കൂടും. മനസ്സിലായെങ്കിൽ ആ നിഴലിന്റെ നീളം കൂടിയാൽ അവിടെ എങ്ങാനും ഒരു തീയന്റെ മേലെ നമ്പൂരിന്റെ നിഴല് പതിച്ചു പോകരുത് എന്നുള്ളത് കൊണ്ടാണ് 54 അടി അളന്നു വെച്ചത്. നായർക്കത് 32 ചുരുക്കി.
പട്ടികജാതിക്കാരനും ദളിതനും നടപടിയിൽ നിന്ന് ഇറങ്ങി ഓച്ചാനിച്ച് നിന്നാലേ പോവാൻ പറ്റൂ എന്ന് ഉറപ്പാക്കി. അവന് സ്വന്തമായി 1 ഇഞ്ച് ഭൂമി ഇല്ലാതായി. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ബ്രിട്ടീഷ് മലബാറിൽ 935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ ഭാഗമായി 937 വന്നപ്പോ 13% ആളാണ് വോട്ട് ചെയ്തത്. കാരണം 13% ആളുകൾക്ക് സർക്കാരിൽ നികുതി ഷീട്ട് ഉണ്ടായിരുന്നുള്ളൂ, ഭൂമി സ്വന്തമായിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഈ നാട്ടിൽ നികുതി ഷീട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഭൂമിയില്ലാത്ത, കിടപ്പാടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും നമ്മുടെ നാട്ടിലുണ്ടോ? എല്ലാവർക്കും നികുതി ഷീട്ടുണ്ടല്ലോ, നികുതി അടച്ച കടലാസ് ഉണ്ടല്ലോ. വില്ലേജ് ഓഫീസിൽ ചെന്നാൽ അതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ തരുമല്ലോ. ഇതിവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ആരാന്റെ പറമ്പിൽ കുടിൽ കെട്ടിയല്ലേ നമ്മൾ താമസിച്ചത്. ഇവിടെ എത്ര ഞങ്ങൾ അധികം ദൂരമൊന്നും പോണ്ട, ഈ നമ്മുടെ പൊന്നാനി താലൂക്കിൽ കടന്നാൽ മതി. ഒക്കെ വെച്ച് കെട്ടിയ 10,000 ഓല വീടുകളായിരുന്നില്ലേ? ഒറ്റ വേലി ഉണ്ടായിരുന്നില്ല. ഇല്ലാതിരുന്നത് നാടിന്റെ മഹിമയായിരുന്നു എന്ന് എഴുതി വെക്കുന്നവരുണ്ട്. വേലി ഇല്ലാതായിരുന്നത് എല്ലാം ഒരു മുതലാളിയുടേതായിരുന്നു എന്നതുകൊണ്ടാണ്. വെച്ച് കെട്ടി താമസിക്കുന്നവൻ എങ്ങനെയാണ് ഒരു വേലി കെട്ടുക? എങ്ങനെ ഒരു മതിലുണ്ടാക്കുക? ഒറ്റ മുതലാളിയുടെ നാട്ടുവഴികളിലൂടെ നടന്നു പോവുക, അദ്ദേഹം പറഞ്ഞ പറമ്പിൽ താമസിക്കുക, അദ്ദേഹം തന്ന സ്ഥലത്ത് താമസിക്കുക, വിലവൃക്ഷങ്ങൾ അദ്ദേഹം എടുത്തുകൊണ്ടുപോകും. ആർക്കായിരുന്നു അവകാശം? ആരെ വേണമെങ്കിലും എപ്പോഴും പറഞ്ഞു വിടാം. ഞാനൊക്കെ കുട്ടിയാകുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ചില ആളുകൾ നടന്നു പോകുമ്പോ ചൂണ്ടിക്കളിച്ചിടും എൻ്റെ അമ്മ. അയാളെ സൂക്ഷിക്കണം. എന്താ കാരണം? നമ്മൾ ഈ പൊടി ഒഴിപ്പിക്കുകയും വൈകുന്നേരം ആകുമ്പോ കർഷകത്തൊഴിലാളി പണിയെടുത്ത് വന്ന് ഒരു സേർ നെല്ല് കിട്ടി അത് വറുത്തു കുത്തി കഞ്ഞി വെക്കുമ്പോഴായിരിക്കും ഒഴിപ്പിക്കല്. നോട്ടീസ് ഒഴിപ്പിക്കൽ വിദഗ്ധം വന്നിട്ട് ഫുട്ബോൾ തട്ടും പോലെയാണ് ആ കഞ്ഞിക്കലം തട്ടുക. ആ കുഞ്ഞുങ്ങളുടെ കണ്ണീരാണ് ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ കേരളത്തിന്റെ മണ്ണിനെ നനച്ചത്. വേദനയുടെ കണ്ണുനീര്. എത്രയോ കുടുംബങ്ങൾക്ക് ആ ചരിത്രമുണ്ട്. ആ കണ്ണീര് ഒപ്പിയത് 1957 ഏപ്രിൽ മാസം 12 EMS നമ്പൂതിരിപ്പാട് കുടിയൊഴിപ്പിക്കാൻ പാടില്ല എന്ന നിയമത്തിൽ കയ്യൊപ്പ് വെച്ചതാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജീവിതത്തെ മാറ്റി എഴുതിയ നാടാണിത്. അതുകൊണ്ടാണ് പ്രമാണിത്വം തലപൊന്തിക്കാത്തത്. അതുകൊണ്ടാണ് വർഗീയതയ്ക്ക് പൂർണ്ണ കരുത്തിൽ ഇറങ്ങി വരാൻ കഴിയാത്തത്. ഇപ്പോഴും ആ പാവപ്പെട്ട മനുഷ്യനെ പ്രതിരോധിക്കാൻ എന്ത് പ്രയാസമുണ്ടെങ്കിലും ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ട് എന്ന ആത്മാഭിമാന ബോധമുണ്ട് ഈ നാടിന്. അത് തകർക്കാൻ, അതില്ലാതാക്കാൻ വലിയ ബോധപൂർവമായ പരിശ്രമം നടക്കുന്നുണ്ട് എന്ന കാര്യം എല്ലാവരെയും ഓർമ്മിപ്പിക്കാനുള്ള ചുമതല നമുക്കുണ്ട്. നമ്മൾ കടന്നു വന്ന വഴി, അതിലെ പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും. ഒരു നാട് പുരോഗമിക്കണമെങ്കിൽ ഇത്തരം പ്രതിബന്ധങ്ങളോട് പൊരുതണം. ആ പൊരുതാനുള്ള കരുത്തുണ്ടാവണം. ഇപ്പൊ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഗാന്ധി വന്നു. ഗാന്ധിയെ ഗോപാലകൃഷ്ണ ഗോഖലെ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവരുമ്പോ അന്നിന് അദ്ദേഹം മഹാത്മാവാ. ഇവിടെ വന്ന ഗാന്ധി എന്താ ചെയ്തേ? നേരെ ചമ്പാരനിലേക്ക് പോയി. ചമ്പാരൻ എന്ന് പറഞ്ഞാൽ ബീഹാറിലാണ്. കർഷക പ്രക്ഷോഭം നടത്തി. പിന്നെ ഗുജറാത്തിലേക്ക് പോയി, അവിടെ കൃഷിക്കാരുടെ സമരം നടത്തി. പിന്നെ കേരളത്തിലേക്ക് വന്നു, വൈക്കം സത്യാഗ്രഹത്തെ അനുഗ്രഹിച്ചു. സ്വാതന്ത്ര്യ സമരം പ്രഖ്യാപിക്കുന്ന ഗാന്ധി ഓരോ സമരത്തിന്റെയും ഇടവേളകളിൽ ഇന്ത്യയാകെ ചുറ്റി സഞ്ചരിച്ചു. പോകുന്നിടത്തെല്ലാം ദളിത ഭവനങ്ങളിൽ പോയി, ദരിദ്രരെ ഒക്കെ വിളിച്ചു ചേർത്തു, എല്ലാവരുടെയും നേതാവായി. അദ്ദേഹം ഐക്യത്തിനെതിരായി ജനങ്ങൾ അണിനിരക്കണമെന്ന് പറഞ്ഞു. എന്തേ അങ്ങനെ പറഞ്ഞു? സ്വാതന്ത്ര്യ സമരത്തിൽ വെള്ളക്കാരെ വരുന്ന കാലത്ത് ഭൂരിപക്ഷം ഈ വിഭാഗം ഹിന്ദു വിഭാഗം എന്ന് പറയുന്നതിലെ മഹാഭൂരിപക്ഷം ഐക്യജാതിക്കാരാ. അവരെ സമരത്തിന് നടക്കാതെ വെള്ളക്കാരൻ തോൽപ്പിക്കാൻ പറ്റുമോ? 10 പ്രമാണി ഭൂമിയിലിട്ടവർ മാത്രമായിട്ട് ഇത് തീരുവോ? അല്ലെങ്കിൽ ഭൂമിയുള്ള പ്രമാണി ജന്മി മാത്രമായിട്ട് തീരുവോ? വെള്ളക്കാരൻ തോൽപ്പിക്കാൻ പറ്റുമോ? ഈ സാധാരണക്കാരന്റെ മുദ്രാവാക്യം വിളിച്ചില്ലേ? അല്ലാതെ നാട് മാറ്റിയെടുക്കാൻ കഴിയുമോ? അങ്ങനെയാണ് ദേശീയ പ്രസ്ഥാനം ഇത് ഏറ്റെടുത്തത്. അതിലേക്കാണ് അന്നത്തെ ചെറുപ്പക്കാർ EMS ഉം AKG ഉം കൃഷ്ണപ്പള്ളിയും ഒക്കെ വന്നത്. ഒരുപാട് ഉൽപ്പതിഷ്ണുക്കൾ വന്നത്, സാധാരണക്കാരും വന്നു. അപ്പൊ അവർക്കൊരു ബോധമുണ്ടായി. വലിയ പ്രമാണിക്ക് ഗുരുവായൂരപ്പൻ, അവിടെ പോവാം, നല്ല പ്രസാദം, പാൽപ്പായസം, ഉണ്ണിയപ്പം, നെയ്പായസം, എത്ര നല്ല പ്രസാദ. അതിന് മുത്തമ്മങ്കാവിക്ക് പോയാൽ ഉണക്ക മത്സ്യം, കള്ള്, പുഴിയ കടല, അതിലൊരു ശർക്കരച്ച്, ഒരു തേങ്ങാപ്പൂള്, അതാണ് പ്രസാദം. പാൽപ്പായസം അല്ല, വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷെ പാവങ്ങളൊന്നും തോറ്റിട്ടൊന്നും കേട്ടോ. ദൈവത്തിന് വലിയ അമ്പലത്തിൽ കയറിയില്ല എന്നുള്ളത് കൊണ്ട് ഒരു പാവപ്പെട്ടവനും ദൈവത്തെ തൊഴാതിരുന്നിട്ടില്ല. വീട്ടിന്റെ ഉള്ളില് പഠിക്കല് ഉമ്മർത്ത് ഒരു ചെമ്പരത്തിന്റെ ചോട്ടില് ഒരു കല്ലും വെച്ച് നല്ല പേരിട്ടിട്ട് കുട്ടിച്ചാത്തൻ, ഒറ്റമലച്ചി, തെക്കൻ പറങ്ങോടൻ എന്നൊക്കെയുള്ള പേരിട്ട് തൊഴുത് പോരാടിയ ഒരു പൂർവകാല ചരിത്രം കൂടി നമ്മുടെ നാടിനുണ്ട് എന്ന് നാം മറന്നു പോകരുത്. അവിടുന്ന് തുടങ്ങിയതാ. മനസ്സിലായോ? അതാണ് ആത്മാഭിമാനം. സവർണൻ അമ്പലത്തിന്റെ വാതിലടച്ചാലും ഞങ്ങൾക്കൊന്നും വരാനില്ല, ഞങ്ങൾ ഞങ്ങളുടെ വീട്ടുപടിക്കൽ ദൈവത്തെ സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ച പഴയ തലമുറയുടെ ഉശിരാണ് ഈ നാടിനെ മാറ്റിയിടുന്നത്. അതാ വേണ്ടത്. അല്ല, ഇവന്റെയൊക്കെ ചെലവല്ലേ ഈ നാട്ടില് ഏറ്റവും പ്രാകൃതനായ ഒരാളാരാ? വർഗീയവതിയില്ലേ? ഒരു വർഗീയതയുടെ കൊടി പിടിച്ചൊരുത്തം പോകുമ്പോൾ അയാളുടെ ബോധത്തിലേക്ക് ഒന്ന് കയറി നോക്കൂ. ആ വർഗീയ വിദ്വേഷത്തിൽ തന്നെ പോലെയുള്ള മറ്റൊരുതിനെ ആക്രമിക്കാൻ പോകുമ്പോ അവന്റെ ബോധത്തിലേക്ക് നിങ്ങൾ ഒരു മിനിറ്റ് കയറി നോക്കൂ. മനുഷ്യ സംസ്കാരത്തിന്റെ
കോടിക്കണക്കിന് വർഷത്തെ ഔന്നത്യമേറിയ ചരിത്രത്തിന്റെ നന്മകളുടെ ഒരു കണിക വാരിയെടുക്കാൻ കഴിയാത്ത ഒരു പ്രാകൃതനാണല്ലോ ആ നിൽക്കുന്നത് എന്ന ബോധത്തിൽ നാം നിൽക്കില്ലേ? ആ ബോധം ഈ നാടിന് ഉണ്ടാക്കി കൊടുക്കണ്ടേ? അതാണ് പ്രധാനം. ആ ബോധം ഉണ്ടാക്കുക മാത്രമല്ല, ഇവന് പ്രമാണിത്വം നൽകുന്ന ആ പ്രമാണിത്വത്തിലൂടെ കോർപ്പറേറ്റ് സമ്പന്ന കൂട്ടായ്മയിലൂടെ ഒരു രാജ്യത്തെ കൊള്ളയടിച്ച് നമ്മളെല്ലാം അതിദരിദ്രരാക്കുകയും അടുത്ത തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുകയാണ്. നാട് വിട്ടു പോവല്ലേ? ഇതിന് കുറ്റം പിണറായിക്കാ? പ്രസംഗം കോൺഗ്രസ് പ്രസംഗിക്കാൻ കേട്ടു. ഓ, കുട്ടികളൊക്കെ പോവാണ്. എന്താണ് പിണറായി ഭരിക്കുകയാണ്? ഏറ്റവും കൂടുതൽ കുട്ടികൾ വിദേശത്തോട് എന്ന് പറഞ്ഞ ഉത്തർപ്രദേശിലാണ്. അവിടെ ആരാ ഭരിക്കുന്നത്? അവിടെ ഭരിക്കുന്ന യോഗി ആദിത്യനാഥ്. ഇന്നലെയും കൂടി പ്രസംഗിച്ച് നിങ്ങൾ കേട്ടില്ലേ? 5600 ആളെ ഇസ്രായേലിൽ ജോലിക്ക് അയച്ചു. 5600 ആരെങ്കിലും ഇസ്രായേലിക്ക് ജോലിക്ക് അയക്കോ? കുട്ടീനെ വിവരലോൻ അയക്കോ? അവിടെ യുദ്ധാണ്. പുരോഗമന ആശയങ്ങൾക്ക് പ്രയാസമുണ്ടായാൽ, ഒരു തിരിച്ചടി ഉണ്ടായാൽ എന്ത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അസ്തമിക്കാത്ത യുദ്ധങ്ങൾ, അവസാനിക്കാത്ത യുദ്ധങ്ങൾ. നിങ്ങൾ നോക്കൂ, ലിബിയ, ഇറാൻ, ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ, സെർബിയ, ക്രൊയേഷ്യ, ഗസ, ഉക്രൈൻ. എത്ര പേര് ഞാൻ പറഞ്ഞു? സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷം അവിടെയൊക്കെ ബോംബ് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക. ഈ മരിച്ചു വീഴുന്ന മനുഷ്യൻ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും കുറ്റം ചെയ്തോ? ഒരു കുറ്റവും ചെയ്തില്ല. ജനിക്കുന്ന കുഞ്ഞിന്റെ കയ്യിൽ അമ്മ ഒരു തുണിയെടുത്ത് ബാഡ്ജ് കെട്ടി വെക്കുക. എപ്പോഴാ ബോംബ് വരിക എന്ന് പറയാൻ പറ്റില്ല. കുട്ടീനെ കണ്ട് മതിയായിട്ടില്ല, അതിലിടയ്ക്ക് ബോംബ് വരും. സ്വന്തം കുട്ടിയെ തിരിച്ചറിയാൻ കയ്യില് ബാഡ്ജില് പേരെഴുതി വെച്ചിട്ട് അമ്മ കടന്നുറങ്ങുകയാണ്. കാരണം ഇസ്രായേലിന്റെ ഈ ബോംബ വരുന്നേ. ആ യുദ്ധങ്ങൾ ആവശ്യമായിരുന്നു. കൃത്യമായ സൂക്ഷ്മ പഠനത്തിൽ ഒരു യുദ്ധവും ആവശ്യമായിരുന്നില്ല. അഫ്ഗാനിസ്ഥാനിൽ യുദ്ധമുണ്ടാവേണ്ട കാര്യമില്ല. അവിടുത്തെ ഭരണകൂടം പറഞ്ഞു, ഞങ്ങള് ഒസാമ ബിൻ ലാഡനെ പിടിച്ചു തരാം, നിങ്ങൾ ഇവിടെ യുദ്ധമൊന്നും ഉണ്ടാക്കണ്ട, യുദ്ധം ചെയ്ത ആളെ കൊന്നിട്ടേ പിടിക്കൂ. സദ്ദാം ഹുസൈൻ പറഞ്ഞു, ഞാൻ പിന്മാറിപ്പോകാം, യുദ്ധമുണ്ടാക്കണ്ട. ഗദ്ദാഫി പറഞ്ഞു, ഞാൻ കീഴടങ്ങാം, യുദ്ധമുണ്ടാക്കണ്ട. അങ്ങനെയാ ഭരണകർത്താക്കൾ കീഴടങ്ങാത്തത് കൊണ്ടാണോ സാമ്രാജ്യത്തെ യുദ്ധം ഉണ്ടാക്കിയത്? അതോ സാമ്രാജ്യത്വത്തെ നിയന്ത്രിക്കുന്ന മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഓരോ ബോംബും കൂടിയ വിലയ്ക്ക് വിൽക്കാൻ ലോകമാഗോളത്തിലേക്ക് കൊണ്ടുവരുമ്പോ ആ ബോംബിന്റെ പരീക്ഷണശാലയാണ് നിരപരാധികളുടെ ജീവനും അവന്റെ കഷ്ടനഷ്ടങ്ങളും എന്ന് നാം മനസ്സിലാക്കി പോകണം. അതാണ് മുതലാളിത്തം. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ എതിർക്കുന്നത്, മുതലാളിത്തത്തെ എതിർക്കുന്നത്, ഈ മുതലാളിത്ത സാമൂഹ്യ ഘടന ഇവിടെ വേണ്ട എന്ന് പറയുന്നത്, ഇതിനെ മാറ്റാൻ വേണ്ടി പ്രവർത്തിക്കുന്നത് ഇത് കാണുന്നത് കൊണ്ടാണ്. കൊള്ളലാഭം എടുക്കാൻ മനുഷ്യനെ കൊന്നൊടുക്കുന്ന കിരാതമായ മനുഷ്യത്വരഹിതമായ യുദ്ധങ്ങൾക്ക് നേതൃത്വം നൽകുന്ന, ഓരോ യുദ്ധത്തിലും പുതിയ പുതിയ ആയുധങ്ങൾ കൊണ്ടുവരുന്ന, ആളെ കൊല്ലുന്ന സംസ്കാരത്തിന്റെയും മൂല്യബോധത്തിന്റെയും പേരാണ് സാമ്രാജ്യത്വം. ആ മൂല്യബോധവുമായി ചെങ്ങാത്തം കൂടിയവരാണ് ഈ BJP-ക്കാർ. അവരുമായി സഖ്യമുണ്ടാക്കണമെന്ന് ചിന്തിക്കുന്നവരാണ് കോൺഗ്രസ്സുകാരും. വലിയ വ്യത്യാസം അക്കാര്യത്തിൽ ഉണ്ടാവില്ല. സാമ്പത്തിക രംഗത്ത് ഒരേ നയമാണ്. അപ്പോ ഈ നാം ജീവിക്കുന്ന കാല സവിശേഷതകളിലെ മനുഷ്യത്വഹീനമായ ഓരോ ഘടകത്തെയും തിരിച്ചറിഞ്ഞുകൊണ്ട് മനുഷ്യന് ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കണം. ഇത് മാറ്റാനാകും എന്ന ബോധ്യത്തിലേക്ക് അവരെ നയിക്കണം. ആ ജോലിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിർവഹിക്കുന്നത്. ഞങ്ങൾ കുറച്ചാളേ ഉള്ളൂവെങ്കിലും ആ ജോലി നിർവഹിച്ചുകൊണ്ടേയിരിക്കും. അതിലാരും തെറ്റിദ്ധരിക്കേണ്ട. ഞങ്ങൾക്കുള്ളൊരു ഗുണം എന്താ വെച്ചാല് എതിരാളികൾ കൂടുതലാ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരാളികൾ കൂടുതലല്ലേ? എല്ലാരും കൂടി എതിർക്കല്ലേ? ഇപ്പൊ കേരളത്തില് ആണല്ലോ. കേരളത്തിന്റെ ഒരു വ്യത്യാസം എന്താ വെച്ചാല്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഏറ്റവും കുറവ് അനുഭവിക്കുന്ന ഇന്ത്യക്കാരാണ് മലയാളി. നമ്മൾ ധാരാളം പുറത്തൊക്കെ പോയിട്ടോ, ഇല്ലാന്ന് ഞാൻ പറയണില്ല. ചെറിയ കുട്ടികൾക്ക് കാണിച്ചാൽ പണ്ടത്തെ മാതിരിയല്ല, കുറച്ച് സ്നേഹം നമ്മൾ കൂടുതൽ കൊടുക്കുമല്ലോ. ഇപ്പൊ പഴയ മാതിരിയല്ലല്ലോ. ഇപ്പൊ എന്റെ വീട്ടില് എന്റെ അമ്മ 8 തവണ പ്രസവിച്ചു. അപ്പൊ അമ്മ ഇങ്ങനെ കൂടുതൽ പ്രസവിച്ചാൽ ആ സ്നേഹം 8 കുട്ടിക്ക് കൊടുക്കണ്ടേ? അത് വേണ്ടേ? പണ്ടൊക്കെ എല്ലാ വീട്ടിലും 5, 6 ഒക്കെ കുട്ടി ഉണ്ടാവും. 10, 12 ഒക്കെ പോട്ടെ, 5, 6, 4, 3 ഒക്കെ സ്ഥിരമാണ്. അപ്പൊ ഒരു കുട്ടി നാട്ടിൽ പാടത്ത് കൊണ്ടിരിക്കാൻ പോകും, നമ്മളെ വീട്ടിലെ പണിയൊക്കെ പോകും. വേറൊരുത്തും കോയമ്പത്തൂർക്ക് നാടിട്ടു പോകും, അവിടെ ഏതെങ്കിലും ഹോട്ടലിൽ ജോലി ചെയ്യും. വേറൊരുത്തിനെ കാണാതെ പോകും, പിന്നെ പട്ടാളത്തിന്റെ ലീവിലുണ്ട് വരും. പിന്നെ വേറെ 2 കുട്ടികൾ സ്കൂളിലേക്ക് കൃത്യമായിട്ട് പോകും. അങ്ങനെ കാണാതാവുന്നവരും നാട് വിടുന്നവരും സ്കൂളിലേക്ക് പോയി ജോലി കിട്ടുന്നവരും പാടത്തുണിക്ക് പോകുന്നവരുമായിട്ട് വയനാട്ടിലേക്ക് കുരുമുളക് കുറയ്ക്കാൻ പോകും. ഇങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ കുട്ടികൾ പല പല ജോലിയിലാണ്. ഇപ്പൊ ഒരു കുട്ടിയുള്ളൂ. ഈ എല്ലാ ജോലിയും കൂടി ചെയ്യാനുള്ള കുട്ടിയെ നമ്മുടെ വീട്ടിലുള്ളൂ. വയനാട്ടിലേക്ക് കുരുമുളക് കുറയ്ക്കാനും, കോയമ്പത്തൂർക്ക് ചായക്കച്ചവടത്തിനും, പട്ടാളത്തിൽ ചേരാനും, തിരിച്ചു വന്ന് പിന്നെ ഇവിടെ നാട്ടുമ്പുറത്തൊരു കച്ചവടപ്പീടി തുടങ്ങാനും ഇതിലെല്ലാം കൂടി ഒരു കുട്ടിയുള്ളൂ, അല്ലെങ്കിൽ 2. നമ്മൾ കുറച്ച് സ്നേഹമൊക്കെ കൊടുത്തിട്ട് ആ കുട്ടികളെ വളർത്തുന്നത്. അവര് പറയുമ്പോൾ നമ്മള് കടം വാങ്ങി കുട്ടിയെ പഠിപ്പിക്കാതെ ഇരിക്കണ്ട. അപ്പൊ ഇപ്പൊ നമ്മുടെ കുട്ടികൾ പലരും പറയും, ഞങ്ങൾക്ക് പോകുന്നു ലണ്ടനിൽ പോകണം. ഞാൻ ഓരോ ദിവസം കാണുമ്പോൾ ആൾക്കാരോട് ചോദിക്കും, എന്താ സ്ഥിതി? ഒരുത്തൻ ലണ്ടനിലാ, ഒരുത്തൻ ഓസ്ട്രേലിയയിലാ. അപ്പൊ നമ്മളെ ആൾക്കാർ വിചാരിച്ച ലണ്ടനിൽ പോയിട്ട് ആ ലണ്ടൻ ബ്രിഡ്ജിന്റെ ചുറ്റും ഇങ്ങനെ നടക്കുന്ന പലരും വിചാരം. ലണ്ടൻ ബ്രിഡ്ജ് ഇങ്ങനെ കണ്ട്, പിന്നെ തേംസ് നദിയുടെ തീരത്തു കൂടെ
നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഐസ്ക്രീമൊക്കെ ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് ഇംഗ്ലീഷ് സിനിമയിൽ കാണുന്നത് പോലെ ആഹ്ലാദിച്ച് നടക്കുകയാണ് നമ്മുടെ കുട്ടികളിൽ എന്നാണ് പല ആളുടെയും വിചാരം. എന്നാൽ അത് വസ്തുതാപരമായി ശരിയാണോ? ഏറ്റവും മികച്ച കോളേജുകളിലും സ്കൂളുകളിലും എല്ലാം നമ്മുടെ കുട്ടികൾ ഇവിടുന്ന് പോയി ചേരുന്നത് എത്രക്കറിയാം? അവിടുത്തെ യൂണിവേഴ്സിറ്റികൾ നടത്താൻ അവിടെ പൈസ ഇല്ല. അവിടുത്തെ യൂണിവേഴ്സിറ്റി നടത്താൻ പൈസ ഇല്ലാത്തത് കൊണ്ട് ഓരോ കൊല്ലവും ഫീസ് വർദ്ധിപ്പിക്കുകയാണ്. ആ വർദ്ധിപ്പിക്കുന്ന ഫീസ് ആരിൽ നിന്നാണ് ഈടാക്കുന്നത്? പുറത്തുനിന്ന് വരുന്ന വിദ്യാർത്ഥികളിൽ നിന്നാണ്. അവിടുത്തെ കുട്ടി 50 റുപ്യ ഫീസ് കൊടുക്കുമ്പോൾ ഇന്ത്യയിൽ നിന്ന് പോയ കുട്ടി 500 റുപ്യ ഫീസിനാണ് അവിടെ പഠിക്കുന്നത്. അതാദ്യം മനസ്സിലായിക്കൊള്ളണം. യഥാർത്ഥ ക്യാമ്പസിലല്ല പഠിക്കുന്നത്, അവരുടെ ഓഫ് ക്യാമ്പസിലാണ് പഠിക്കുന്നത്. പഠിക്കുന്ന സമയത്ത് ഒരു നിബന്ധന കൂടിയുണ്ട്, ഇത്ര മണിക്കൂർ ജോലി ചെയ്യണം. അപ്പൊ നമ്മൾ വിചാരിക്കും, കുറച്ച് ജോലി ചെയ്തപ്പോ എന്താ കുഴപ്പം? ഏത് ജോലിയാ ചെയ്യിപ്പിക്കുന്നത്? അവിടെ ഇപ്പോ കുട്ടികളില്ല. അതങ്ങൾ എല്ലാവരും മനസ്സിലായിക്കൊള്ളണം. യൂറോപ്പില് വികസിത രാജ്യങ്ങളിൽ കുട്ടികളുടെ എണ്ണം കുറവാണ്. അച്ഛനും അമ്മയും കുട്ടിയും പേരക്കുട്ടിയുമായി ജീവിക്കാനുള്ള വരുമാനം മുതലാളിത്ത സമൂഹ ഘടനയിൽ ഇല്ലാതായി. അവിടെ മൂല്യബോധം തന്നെ മാറി. നമ്മളവിടെയൊക്കെ ചെക്കനും പെണ്ണും ഇഷ്ടപ്പെട്ട് വീട്ടുകാരാലോചിച്ച് അവർ കല്യാണം കഴിക്കുകയും കല്യാണം കഴിച്ചാൽ പിന്നീട് കുട്ടികൾ ഉണ്ടാവുകയും ചെയ്യും. അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ എങ്ങനെയാ? ആദ്യം കുട്ടികൾ ഉണ്ടാവുകയും പിന്നെ കല്യാണം കഴിക്കുകയും ചെയ്യും. മനസ്സിലായോ? എന്താ അത് അങ്ങനെ? നമ്മളിവിടെ കല്യാണം കഴിഞ്ഞിട്ടാ കുട്ടി, അവിടെ കുട്ടികളൊക്കെ കൂടി വന്നിട്ടാണ് അച്ഛൻ്റെ അമ്മേന്റെയും കല്യാണത്തിൽ പങ്കെടുക്കുന്നത്. എന്താ അതിന്റെ കാര്യം? ഒരു വീട് വാടകയ്ക്ക് എടുത്ത് ഒരുമിച്ച് താമസിക്കാൻ കഴിയില്ല. അങ്ങനെ രണ്ടാക്കും കൂടി ഒരു വീട് വാടകയ്ക്ക് എടുത്ത് ഒരുമിച്ച് താമസിച്ചതിന്റെ ശേഷമാണ് കല്യാണം എന്ന് തീരുമാനിക്കുന്നു എങ്കിൽ കല്യാണപ്രായം ഒരു 55 വയസ്സായിരിക്കും, അല്ലെങ്കിൽ 60 വയസ്സ്. ചെറുപ്പകാലത്ത് അത്രയും വലിയ വിലയാണ്. അങ്ങനെയാണ് സമൂഹം. അപ്പോ പുതിയ തലമുറ അവിടെ കല്യാണം കഴിക്കാൻ തന്നെ സന്നദ്ധരല്ല. പെൺകുട്ടികൾ, ഞാനിപ്പോ ഒരു വിദേശ രാജ്യത്ത് എന്നോട് അവിടുത്തെ ആൾക്കാർ പറഞ്ഞു, പെൺകുട്ടികളൊന്നും കല്യാണം കഴിക്കാൻ തയ്യാറല്ല. പിന്നെയോ, അഥവാ കല്യാണം കഴിച്ചാൽ പ്രസവിക്കാനും തയ്യാറല്ല. പിന്നെ ആണുങ്ങൾ പ്രസവിക്കുമോ? അതില്ലല്ലോ. അവിടെ എന്താ സംഭവിക്കുക? കുട്ടികളുണ്ടാവില്ല. കുട്ടികൾ എന്താ സംഭവിക്കുക? സമൂഹം ഇങ്ങനെ വയസ്സാവും കേട്ടോ. വയസ്സാവുമ്പോൾ നോക്കാൻ ആളുണ്ടാവില്ല. അത്രേ ഉള്ളൂ. ഇന്ന് യൂറോപ്പിൽ വലിയൊരു ശതമാനം ആളുകൾ വയസ്സായിട്ട് നോക്കാൻ ആളില്ലാത്തവരാ, വൃദ്ധസദനങ്ങളിലാണ്. അതുകൊണ്ടാണ് കോവിഡ് വന്നപ്പോൾ നമ്മളെ നാട്ടിൽ മരിച്ചതിനേക്കാളും കൂടുതൽ ആൾക്കാർ അവിടെ മരിച്ചത്. കാരണം ഈ വയസ്സന്മാരും കൂടി ഒരുമിച്ചാ, എല്ലാ വയസ്സിനും കൂടിയാണ് മരിക്കും. അവിടെ ശവം സംസ്കരിക്കാൻ പറ്റൂല. ഒരു ദിവസം 5 ശവം സംസ്കരിക്കുമല്ലോ. ശവസംസ്കാര കമ്പനി അവിടെ, നമ്മളവിടെ ഡ്രൈ ക്ലീനിങ് കമ്പനി എന്നൊക്കെ പറയുമ്പോൾ അവിടെ ശവസംസ്കാര കമ്പനിയാണ്. അവർ 5 മൃതശരീരം ഒരു ദിവസം സംസ്കരിക്കുക. അപ്പോഴാണ് 100 കണക്കിന് മരിക്കുന്നത്. അപ്പൊ ഇതിങ്ങനെ റോട്ട് കിടക്കും. അതാണ് നമ്മൾ TV കണ്ടത്. ഇന്ന് മരിച്ച നാളെ ശവസംസ്കാരം ഒന്നും അമേരിക്കയിൽ കേട്ടോ, ഫ്രാൻസിലോ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ. ഞാൻ ഇപ്പൊ അടുത്തൊരു സ്ഥലത്ത് പോയപ്പോ എന്റെ ഫ്രണ്ട് പറഞ്ഞു, എനിക്കൊരു മരണച്ചടങ്ങിന് പോകണമെന്നു. എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ തോളത്തൊക്കെ തട്ടി, അയ്യോ മരിച്ചൂലേ, എപ്പോഴാ മരിച്ച്? അത് മരിച്ചിട്ട് 2 മാസമായി സഖാവേ. ഇന്നലെയാണ് മറ്റേ സംസ്കാരത്തിന്റെ കടലാസ് കിട്ടിയത്. അവിടെ പോയി 2 മാസം കഴിഞ്ഞിട്ടാ സംസ്കാരം. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അതാണ് മുതലാളിത്ത വളർച്ചാരംഭം. അപ്പോൾ വയസ്സന്മാരുള്ള മാസക്കണക്കിന് ഇങ്ങനെയുള്ള ഒരു ജീവിത സ്ഥിതിയിലെടുത്ത് വയസ്സന്മാരെ നോക്കുന്ന ജോലിക്കാണ് വലിയൊരു ശതമാനം ആളുകൾ നമ്മളെ നാട്ടിൽ നിന്ന് പോണത് എന്ന കാര്യം എല്ലാവരും ഓർത്തുകൊണ്ടിരിക്കുന്നത് നന്നായിരിക്കും. നല്ല ജോലിയുള്ളവരൊക്കെ ഉണ്ട് കേട്ടോ, അതിനല്ലാന്ന് ഞാൻ പറയില്ല. പോണത് അധികം. ഞാനിപ്പോ ഒന്ന് പോയപ്പോഴല്ലേ ഞാൻ കണ്ടത്. ഇപ്പൊ അടുത്ത കാലത്ത് ഞാൻ പെട്ടുപോയതാ ഒരു സ്ഥലത്ത് നിന്നപ്പോ. എനിക്ക് വലിയ വിഷമം തോന്നി. എന്നെ ഒരാൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വീട്ടിൽ കൊണ്ടുപോയി കയറ്റി. നല്ല സോഫ അവിടെ ചെന്നു. വീട്ടമ്മത്തേക്ക് പോയി. എൻ്റെ ഒപ്പമുള്ള സഖാവാണ് എടുത്തിരുന്നു. വർത്താനൊക്കെ പറഞ്ഞ കുശം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത്തുപോയ വീട്ടമ്മ കയ്യിൽ 2 ചെറിയ പാത്രം ഇട്ടു. ഞാൻ വിചാരിച്ചു നമ്മളവിടെയൊക്കെ അങ്ങനെയല്ലേ, ചായ എടുക്കാൻ പോകുമ്പോൾ അതിന് മുന്നോടിയായിട്ട് കേക്ക് മുറിച്ചതോ അല്ലെങ്കിൽ ഉന്നപ്പത്തിന്റെ ഒരു കഷ്ണോ തിന്നാൻ പറ്റിയ എന്തെങ്കിലും സാധനമോ ഒരു കൊച്ചു പാത്രത്തിലാക്കി നമ്മൾ മലയാളികളെല്ലാം കൊണ്ടുപോയി കൊടുക്കും. ഒരാൾ വരുമ്പോൾ അതിഥിക്ക് കൊടുക്കാൻ വേണ്ടിയുടെ പാത്രത്തിലൊക്കെ ഇട്ട് മൂടി വെച്ച് കുട്ടികൾ കാണാതെ വെച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള സാധനമുണ്ട്. ഞാൻ വിചാരിച്ചു അങ്ങനെ വല്ല സാധനം പറ്റി ചേച്ചി വന്നാണെന്ന് വിചാരിച്ചു ഞാനോട് അങ്ങനെ ഇരിക്കുക. അപ്പൊ അവരെന്താ ചെയ്ത് നേരെ ആ പാത്രം താഴച്ചു. ഞാൻ നോക്കുമ്പോ അതിൽ 2 ഇതുണ്ട്, മുഖത്ത് വരട്ടുന്ന ബ്രഷാ. ആ വെക്കുക മാത്രമല്ല, അവരെന്റെ മുഖത്ത് തേക്കാനും തുടങ്ങി. ഇത് ആദ്യം ഇങ്ങനെ ഇതൊക്കെ റെഡിയാക്കി, പിന്നെ അവരൊരു പെയിന്റ് എടുത്തു, അതൊക്കെ മേലെ തേച്ചു. അതിൻ്റെ ഒരു പേസ്റ്റ് എടുത്തു, അതൊക്കെ മേലെ തേച്ചു. പിന്നെ ഒരു പൊടി എടുത്തു, അതൊക്കെ മേലെ തേച്ചു. ഞാൻ അങ്ങനെ അന്തം വിട്ടിരിക്കുക. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ പൗഡർ ഇടുകയും മേക്കപ്പ് ചെയ്യുകയും അതിനായി മുഖമില്ലാത്ത താടി വെച്ച എനിക്ക് ബാക്കിയുള്ള സ്ഥലത്ത് ഒരാൾ ഇങ്ങനെ മേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ആലോചിക്കാൻ പറ്റുമോ? ഞാൻ അന്തം വിട്ടിരിക്കുക. അപ്പൊ എന്റെ സുഹൃത്ത് അടുത്തിരിക്കുന്നത്, അയാളെ ഭാര്യയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പേടിക്കല്ല. അപ്പൊ അയാൾ പറഞ്ഞു, സഖാവേ ഇവക്ക് എന്താ പണിയിച്ചാല് ഒരു വയസ്സനെ നോക്കലാ. അവിടെ ചെന്ന ഉടനെ ആദ്യത്തെ ജോലി അയാളെ കുളിപ്പിക്കുക, എന്നിട്ട് ഈ പൗഡർ എടുക്കുക, എന്നിട്ട് ഇങ്ങനെ മേക്കപ്പ് ചെയ്യലാണ് ഇവളുടെ ജോലി. അതുകൊണ്ട് താടി വെച്ച സഖാവിനെ കണ്ടപ്പോ വയസ്സായ ആളെ കണ്ട മേക്കപ്പ് ചെയ്യണ്ടേ എന്ന ബോധ്യത്തിൽ ഇവള് മേക്കപ്പ് ചെയ്യാണ്, ഒന്നും വിചാരിക്കണ്ട എന്ന് എന്നോട് പറഞ്ഞു. എന്റെ അടുത്തിരിക്കുന്ന ആള്. മനസ്സിലായില്ലേ? ഇത് ഞാൻ എക്സാജറേറ്റ് ചെയ്ത് ഇങ്ങനെ വലുതാക്കി പറയില്ല. ഇതൊക്കെ സാധാരണമായ ഒരു കാര്യമാണ് ഇന്നത്തെ ലോകത്ത്. 3-ാം ലോക രാജ്യങ്ങളിലെ പാവപ്പെട്ട മനുഷ്യൻ, കുടിയേറ്റക്കാരൻ, പല യുദ്ധം നടക്കുന്ന രാജ്യങ്ങളിലെയും മുസൽമാന്മാർ നാടുവിട്ടു പോവാ ഈ ബോംബിന്റെ ഇടയിൽ നിന്ന്. അവർക്ക് നേരെ വംശീയത, അവർക്ക് നേരെ കുടിയേറ്റ വിദ്വേഷം, അവർക്ക് നേരെ ഇസ്ലാമോഫോബിയ. നാം ജീവിക്കുന്ന ലോകത്ത്
സോഷ്യലിസത്തിന്റെ ചെങ്കൊടി താണുപാറിയപ്പോൾ കണ്ണീരാണ്, നിരാശകളാണ്, കടന്നാക്രമണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നാം മറന്നു പോകരുത്. ഈ ചെങ്കൊടി മങ്ങാൻ പാടില്ല എന്ന ജാഗ്രതയിൽ വേണം നമ്മുടെ പാർട്ടി പ്രവർത്തനം നടത്താൻ. വളരെ പ്രധാനപ്പെട്ടതാണ്. കമ്മ്യൂണിസ്റ്റ് ആവുക എന്നത് അഭിമാനകരമായ ഒരു കാര്യമാണ്. അത് സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന ബോധത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഒരു പ്രാകൃത മൂല്യങ്ങളെയും അത് പരിരക്ഷിക്കുന്നില്ല. ശാസ്ത്ര യുക്തിബോധത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് മനുഷ്യകുല മുന്നേറ്റത്തിന് സഹായകരമായ ഒരു ലോകക്രമത്തിനായിട്ട്, സാമൂഹ്യ തുല്യതയുടെ ലോകക്രമത്തിനായിട്ട് നമ്മൾ പ്രവർത്തിക്കുക. അപ്പൊ അതിന്റെ ആ വളർച്ചയും തകർച്ചയും ഒക്കെ ചർച്ച ചെയ്യും. കേരളത്തിന്റെ പ്രത്യേകത പിടിച്ചു നിന്നു എന്ന് തന്നെയാണ്. കമ്മ്യൂണിസ്റ്റുകാരിലും ഉണ്ടാ, എല്ലാ കാര്യത്തേക്കും ഞാൻ പോണില്ല. എത്ര വലിയ വളർച്ച നമുക്കുണ്ടായി. ഇതുപോലൊരു വളർന്ന ഇന്ത്യൻ സംസ്ഥാനം ഉണ്ടോ? ഇവിടെ പേപ്പർ എടുത്താൽ ഏറ്റവും മോശം കേരളം, ഏറ്റവും മോശമാണ് കേരളം. എന്തുണ്ട് ഇവിടെ ഒരു രക്ഷയില്ല. ആന ചവിട്ടിക്കൊല്ലാണ്. എന്നിട്ട് ആന ചവിട്ടിക്കൊന്നതിന്റെ ദൃക്സാക്ഷി വേണ്ടിയിട്ട് അവിടെ നിൽക്കുക. ആന ചവിട്ടിക്കൊന്ന് നമുക്ക് എല്ലാവർക്കും വിഷമമുണ്ടായി, യാതൊരു സംശയമില്ല. എന്നാൽ ഈ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം എന്നത് ഈ ആധുനിക കാലത്ത് മുതലാളിത്തം നടത്തിയ ചൂഷണത്തിലൂടെ വലിയ വനനശീകരണം സംഭവിച്ച് പ്രകൃതി വിഭവങ്ങളെ കയ്യേറ്റം വന്ന് ഉണ്ടായ ഒരു മുതലാളിത്ത കടന്നാക്രമണത്തിന്റെ ഉൽപ്പന്നമാണ് ഈ ആന ചവിട്ടിക്കൊല്ലല്. പിണറായി വിജയൻ ഭരിക്കുന്നതിന് ഉൽപ്പന്നം അല്ലത്. പ്രകൃതിക്ക് നേരെയുള്ള മുതലാളിത്ത കടന്നാക്രമണത്തിൽ നിന്ന് അത് ഉത്പാദിപ്പിക്കപ്പെടുന്നത് എൻവയോൺമെന്റൽ ക്വസ്റ്റ്യനാണ്. അതുകൊണ്ടാണ് ഇതുണ്ടാവുന്നത്. കാരണം നമുക്ക് ജീവിക്കണമെങ്കിൽ കാടിന്റെ അതിർത്തി വരെ പോയി അധ്വാനിച്ച് അവിടെയാണ് കുറഞ്ഞ വിലയ്ക്ക് സ്ഥലം കിട്ടുക. അതുകൊണ്ടാണ് ഈ പാവപ്പെട്ടവൻ അവിടെ പോയിക്കുന്നത്. വലിയ പണക്കാരനല്ലല്ലോ, പാവങ്ങളല്ലേ. അവിടെ പോയാലേ ഒരു വീട് വയ്ക്കാനുള്ള സ്ഥലം വാങ്ങാൻ കഴിയുന്നുള്ളൂ. അങ്ങനെ വരുന്ന ഇവരെങ്ങനെയാണ് ഉപയോഗിക്കുക? കമ്മ്യൂണിസ്റ്റ് ഉത്പാദിപ്പിക്കാനാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരത ഉള്ളത് എവിടെയാ? ഇവിടെ. ഒരു കുട്ടി പോലും ഹൈസ്കൂളിൽ നിന്ന് കൊഴിഞ്ഞു പോകാത്തത് എവിടെയാ? ഇവിടെ. ഏറ്റവും കൂടുതൽ ബിരുദധാരികളും ബിരുദാനന്തര ബിരുദധാരികളും ഉള്ളത് എവിടെയാ? ഇവിടെ തന്നെ. ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യം എവിടെയാ? ഉത്തർപ്രദേശിലെ ഒരു ശരാശരി ആയുർനിരക്കിനേക്കാളും 16 കൊല്ലം അധികം ജീവിക്കും കേരളം മലയാളി. മനസ്സിലായി? 16 കൊല്ലം. EMS അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിലെ ആയുർനിരക്ക് 44 വയസ്സാ. പിണറായി വിജയൻ അധികാരത്തിലിരിക്കുമ്പോൾ കേരളത്തിന്റെ ആയുർനിരക്ക് 79 വയസ്സാണ്. ലോക നിലവാരം. അമേരിക്കയില് ശിശുമരണ നിരക്ക് 6%. കേരളത്തിൽ ശിശുമരണ നിരക്ക് 4%. ഉത്തർപ്രദേശിലെ ബ്രാഹ്മണന്റെ ജീവിത നിലവാര സൂചികയുടെ മുകളിലാണ് കേരളത്തിലെ പട്ടികജാതിക്കാരന്റെ ജീവിത നിലവാര സൂചിക എന്നതാണ് വിസ്മയം പോലെ ഇവിടെ നിൽക്കുന്നത്. ലോകത്തെവിടെയും കിട്ടാത്ത ആരോഗ്യ സംവിധാന സൗകര്യങ്ങൾ സൗജന്യമായി കിട്ടുന്ന നാടാണ് ഈ കേരളം. കോവിഡ് വന്നപ്പോൾ അത് ലോകം തിരിച്ചറിഞ്ഞില്ലേ? എന്താ ഇവിടെ പ്രത്യേകത? സാധാരണക്കാരന്, പാവപ്പെട്ടവന് കൂടി ഈ ജീവിത സൗഭാഗ്യങ്ങളിൽ ഒരു ചെറിയ പങ്കെങ്കിലും വീതിച്ചു നൽകാൻ കഴിഞ്ഞ ഈ ഭൂമിയിലെ ഏക സ്ഥലത്തിന്റെ പേരാണ് EMS നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായി തുടങ്ങി വെച്ച് പിണറായി വിജയനിൽ വരെ രാജ്യഭരണം നടത്തിയ ഈ കൊച്ചു കേരളം. അതാണ് പ്രത്യേകത. ഈ വലിയ മുന്നേറ്റത്തെ തകർക്കാനുള്ള ശ്രമമാണ്. അതാണ് നമ്മളെല്ലാം ജാഗ്രതയോട് കൂടി ശ്രദ്ധിക്കേണ്ടത്. അതിനവരുപയോഗിക്കുന്നത് വർഗീയത, അതിനവരുപയോഗിക്കുന്നത് ജാതീയത. തിരിച്ചു കൊണ്ടുവരികയാണ്, ഒക്കെ തിരിച്ചു കൊണ്ടുവരിക. ജാതി പോലെ അപകടകരമായ മറ്റൊന്നുണ്ടോ? തൊട്ടടുത്തിരിക്കുന്ന മനുഷ്യനെ തൊട്ടാ കുളിക്കണം എന്ന് പറയുന്ന ഒരു ബോധത്തെ അംഗീകരിക്കാൻ പറ്റുമോ? ഇവിടെ തച്ച് തകർത്ത് വിട്ടല്ലേ. പട്ടികജാതിക്കാരൻ കുളിച്ചാൽ ആ കുളത്തിലെ നായർ കുളിക്കുമല്ലോ. ഇവിടെ ഉണ്ടായിട്ടില്ലേ? പ്രാമാണികനായ ഒരു കോൺഗ്രസ് നേതാവ് കേരളത്തിലെ, ഞാൻ അദ്ദേഹത്തിന്റെ ഗ്രാമത്തിൽ പോയി, പേര് ഞാൻ പറയാതിരിക്കും, എന്റെ സുഹൃത്താ. ഞാൻ ആ നാട്ടിൻപുറത്തേക്ക് നാട്ടിൻപുറത്തേര് പറഞ്ഞു, ഇവിടെ കുളിക്കാൻ വന്ന പട്ടികജാതിക്കാരന്റെ മുഖത്തടിച്ച സ്ത്രീയാണ് ഈ നേതാവിന്റെ അമ്മ എന്ന്. ജാതിബോധം അത്ര മോശമായിരുന്നു ഈ കേരളത്തിൽ. അതില്ലാതാക്കിയതില്ലേ? തിരിച്ചുകൊണ്ടില്ല. ഇപ്പൊ തിരിച്ചുകൊണ്ടിരാൻ ശ്രമിക്കില്ലേ? വർഗീയതയ്ക്ക് കേരളത്തെ കൊണ്ടുപോകാനുള്ള എല്ലാ പരിശ്രമവും നടക്കല്ലേ. ഹിന്ദു വർഗീയത മാത്രമല്ല കേട്ടോ. ഇപ്പൊ കേരളത്തിന്റെ പ്രത്യേകത, ഒരു അത്ഭുതം ഇവിടെ നടന്നു. പിണറായിക്കും നായനാർക്കും EMSനും VSനും ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു കാര്യം. അവരുടെ കഴിവുകേടൊന്നുമല്ല, കാലപ്രത്യേകത ഉണ്ടാണ്. കേരളത്തിൽ ഒരു ഇടതുപക്ഷ തുടർഭരണം ഉണ്ടായി. അതൊന്നുണ്ടല്ലോ പ്രമാണി വർഗത്തിന് സഹിക്കൂല. കേവലം കേരളത്തിലെ പ്രമാണി വർഗത്തിന് മാത്രമല്ല, ഇന്ത്യയിലെയും ലോകത്തെയും പ്രമാണി വർഗത്തിന് സഹിക്കൂല. അതുകൊണ്ടാണല്ലോ ഒന്നാമത്തെ EMS ഗവൺമെന്റിനെ അട്ടിമറിക്കാനുള്ള വിമോചന സമരത്തിലേക്ക് അമേരിക്കൻ സാമ്രാജ്യത്വം വലിയ തോതിൽ പണം ഇറക്കിയത്. അതുകൊണ്ടാണല്ലോ വിമോചന സമരം നയിച്ചവരെ വിമോചന സമരം കഴിഞ്ഞതിന്റെ തൊട്ടടുത്ത ദിവസം വിമാനത്തിൽ കയറ്റി യൂറോപ്പിലും അമേരിക്കയിലും സ്വിറ്റ്സർലൻഡ്, യൂറോപ്പിലെ ഏറ്റവും നല്ല സ്ഥലം, അവിടെയൊക്കെ കൊണ്ടുപോയി ഇറക്കി കാണിച്ചു കൊടുത്തത്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് താഴെ ഇറക്കിയുള്ള പാരിതോഷികമായിരുന്നു ഒക്കെ. അങ്ങനെയായിരുന്നു വിമോചന സമരം. അവിടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ശക്തിപ്പെടുമ്പോ ലോകത്തിലെ പ്രതിരോധം തന്നെ നമ്മളെ നശിപ്പിക്കാൻ ഇറങ്ങും. അനുഭവമാണത്. ഇപ്പോഴോ ഇന്ത്യയിൽ ഈ പ്രാകൃതന്മാർ ഭരിക്കുമ്പോ എന്തൊരു അത്ഭുതങ്ങൾ. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട് 3 ടേം പൂർത്തീകരിച്ച ഇന്ത്യയിൽ എന്ത് കുറവുണ്ടെങ്കിലും പിണറായി വിജയൻ ചെങ്കൊടി ഉയർത്തിപ്പിടിച്ച് ഭരിക്കുന്നു എന്നത് ഒരു ചെറിയ കാര്യമല്ല. തുടർഭരണം കിട്ടിയെന്നത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. എല്ലാ സ്ഥാപിത താല്പര്യക്കാരനും
കാണുമ്പോ ചുരുക്കിട്ടോ, നമ്മളെ കാണുമ്പോ സഖാവേ ആ സുഖം തന്നെയല്ലേ, അതെ കയ്യൊക്കെ പിടിച്ച് കുലുക്കി. ഇവന്റെ മനസ്സിലുണ്ടല്ലോ ഞാൻ പോന്നവൻ പറയും ആ ഇവനൊക്കെ പറയാം രണ്ടാമത് കിട്ടിയിരിക്കുക, മൂന്നാമത് കിട്ടുമെന്ന് വിചാരിച്ച് നടക്കുക, ശരിയോ ചവിട്ടിയാ ശരിയോ, ഇങ്ങനെ മനസ്സിൽ കൈ പിടിച്ച് കുലുക്കുമ്പോഴൊക്കെ വളരെ ലോകിയായിരിക്കും. മനസ്സിൽ ഈ വർഗീയവാദി ചിന്തിക്കുന്നത് ഇങ്ങനെയാ, പ്രതിലോമക്കാരൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാ. നമ്മളെ കാണും ഇവന്റെ അച്ഛന്റെ അച്ഛൻ ആരായിരുന്നു, ഞങ്ങളെ പറമ്പിൽ കുടിയെട്ടി താമസിച്ചോന്നല്ലേ, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. മനസ്സിലായി? ഇവന്റെ പറമ്പൊന്നുമല്ല, ഇവരും വെറുതെറ്റിയതാണ്. ആ പറമ്പിൽ താമസിച്ചോണ്ട് പേരക്കുട്ടി ഇപ്പോ കുറച്ചൊരു ജോലിയൊക്കെ കിട്ടി വൃത്തിക്ക് കിടക്കുന്നുണ്ട്. അതിന്റെ ചെറിയ കുട്ടി നമ്മളെ പാർട്ടിന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാ. ഇവനെ കാണുമ്പോൾ ചിന്ത ഇതൊക്കെ എടുത്ത് ഈ സമൂഹത്തിന്റെ പരിമിതിയായിട്ട് അങ്ങനെ അങ്ങനെയൊക്കെ ആയിരിക്കും സമൂഹം. ഉള്ളിന്റെ ഉള്ളിൽ ഈ ഇടതുപക്ഷ ഗവൺമെന്റിനെ ദുർബലപ്പെടുത്തണം എന്ന ചിന്തയുണ്ട്. ഇനിയും ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് വന്നൂടാ. ഇടതുപക്ഷ ഗവൺമെന്റ് വന്നാൽ ഈ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വളരാൻ കഴിയില്ല, ഒരു വർഗീയതയ്ക്കും വളരാൻ കഴിയില്ല. അപ്പോ ഏറ്റവും വലിയ വർഗീയത ഹിന്ദു വർഗീയത, അതിനെതിരെ ഏറ്റവും കരുത്തുറ്റ നിലപാട് കേരളത്തിൽ സംസ്ഥാന ഗവൺമെന്റുകളെ തകർക്കുന്ന നയം കേന്ദ്രം സ്വീകരിക്കുമ്പോൾ ഏറ്റവും മുന്നിൽ വന്ന് സംസ്ഥാന താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന കേരളം. കേന്ദ്രം എത്ര വലിയ അവഗണന കാണിക്കുന്നു. സാമ്പത്തിക ഫെഡറലിസം തകർത്തു, ഇന്ത്യയില് സംസ്ഥാനങ്ങളുടെ വിഹിതം കുറച്ചു, നികുതി വരുമാനത്തിന്റെ 65% അവർക്ക്, ചെലവിന്റെ 65% സംസ്ഥാനത്തിന്, പ്രസവ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ പാവങ്ങൾക്കുള്ള പൈസ 14,000 റുപ്യ കേന്ദ്രം തരാന്ന് പറഞ്ഞാൽ ഒറ്റ റുപ്യ കൊടുക്കൂല. കേന്ദ്രത്തിന് വരേണ്ട ഒരു സഹായം തരുന്നില്ല. വീട് നിർമ്മിക്കുമ്പോ 4 ലക്ഷം റുപ്യ പിണറായി വിജയൻ, 75,000 റുപ്യ നരേന്ദ്രമോദി. 75,000 റുപ്യ നരേന്ദ്രമോദി തന്നാൽ ആ 4 ലക്ഷം പിണറായിന്റെ കൂടി കൂട്ടി ഒരു വീട് വെച്ച് വീട്ടിന്റെ ഉമ്മർത്ത് നരേന്ദ്രമോദിന്റെ ഒരു ചിത്രം വെച്ച് മോഡി ഈ വീടിന്റെ ഐശ്വര്യം എന്ന് എഴുതി വെക്കാതെ ആ 75,000 തരൂല എന്ന് പറയുന്ന ഒരു BJP കേന്ദ്രത്തിൽ. നമ്മൾ ആരോടെങ്കിലും പറഞ്ഞോ 3-3.5 ലക്ഷം വീട് കൊടുത്തപ്പോ പിണറായിന്റെ ഫോട്ടോ വെക്കാൻ എവിടെയെങ്കിലും പറഞ്ഞോ? മനുഷ്യന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യല്ലേ? 28 ലക്ഷം പാട്ടക്കുടിയാനും 4.5 ലക്ഷം കുടികിടപ്പുകാരനും 32 ലക്ഷം മനുഷ്യന് സ്വന്തമായിട്ട് മണ്ണ് കൊടുത്ത ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരോടും പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ ആരുടെയെങ്കിലും ഫോട്ടോ വെക്കണം, പാർട്ടി നേതാവിന്റെ ഫോട്ടോ വെക്കണമെന്നൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞിട്ടില്ല. അവന്റെ അവകാശമാണത്. അവകാശബോധത്തിലേക്ക് അവനെ വളർത്തലാണ്. ഇവിടെ നേരെ മറിച്ച BJP ആ വർഗീയതയ്ക്ക് മറുവർഗീയത എന്ന പേരിൽ നമ്മുടെ നാട്ടിൽ ശക്തമായ മുസ്ലിം വർഗീയത പ്രചരിപ്പിക്കുകയാണ്. ശക്തമായിട്ട് നോക്കിയാൽ കാണാൻ കഴിയുന്നത് ജമാഅത്തെ ഇസ്ലാമിയും ലീഗും സഖ്യത്തിലാണ്. ജമാഅത്തെ ഇസ്ലാമിയും ലീഗും കോൺഗ്രസും സഖ്യത്തിലാണ്. തരാതരം പോലെ BJPയിലേക്ക് ആ സഖ്യം നീട്ടാനാണ്. അതിന്റെ ഗൂഢാലോചനയാണ് ഇവിടെ നടക്കുന്നത്. എല്ലാ വർഗീയതയും സംയോജിച്ച് കേരളത്തിന്റെ പുരോഗമന ഇടതുപക്ഷ അടിത്തറയെ തകർക്കുമെന്നാണ്. ഇവർക്ക് നരേന്ദ്രമോദിയുടെ ജനാധിപത്യ ധ്വംസനത്തോട് വിരോധമില്ല. അമിതാധികാരത്തിന്റെ വഴിയിൽ സംസ്ഥാനാധികാരം കവർന്ന് ഒരു തിരഞ്ഞെടുപ്പും ഒരു രാഷ്ട്രവും എന്ന് പ്രഖ്യാപിച്ച് സംസ്ഥാനത്തെ ഒരു ഗവൺമെന്റിന്റെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടാൽ കേന്ദ്രത്തിനോട് ഭരിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് കാര്യങ്ങളെ മാറ്റിയെഴുതി ജനാധിപത്യത്തിന്റെ അടിത്തറ തകർക്കുന്നതിൽ വിദ്വേഷം ഉണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വിരോധം പിണറായിയോടാണ്. എല്ലാം പിണറായിക്കെതിരെ. ആ നിലയിലേക്ക് രാഷ്ട്രീയത്തെ കൊണ്ടുപോകുന്ന ഒരു പ്രവർത്തനം നടക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് പ്രാവർത്തികമാക്കി. എല്ലാ വർഗീയ ശക്തികളും ഒരുമിച്ചു വന്നു. ഇടതുപക്ഷത്തെ തകർക്കുക എന്ന നിലപാടിലേക്ക് പോയി. ഇനി പഞ്ചായത്തും അടുത്ത നിയമസഭയും വരുമ്പോഴേക്ക് എല്ലാ വർഗീയ ശക്തികൾക്കും സ്വീകാര്യത നൽകാനുള്ള ന്യായീകരണമാണ് UDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി ഇത്ര നല്ല മനുഷ്യരുണ്ടോ? ഞാൻ ഇന്നലെ ലീഗരം പറഞ്ഞപ്പോഴത്തേക്ക് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞാൽ എന്താ, എത്ര നല്ല മനുഷ്യരാണ്. 10 ആള് കൂടിയാൽ ആ വൈക്കേ ഒരു പോകില്ല, ഒച്ചത്തിൽ സംസാരിക്കൂല. മനസ്സിലായോ? വർഗീയവാദി എന്തിനാ ഒച്ചത്തിൽ സംസാരിക്കേണ്ട കാര്യം? കത്തിയെടുത്ത് കുത്തിയാ പോരെ, അതിന് സംസാരിക്കണം. തീവ്ര വർഗീയത മൂത്തിന് കത്തിയെടുത്ത് കുത്താൻ സംസാരിക്കേണ്ട കാര്യമുണ്ടാ? പലരും അങ്ങനെയാ. ഇവൻ വർഗീയവാദിയാണെന്ന് ഇപ്പം കൊലപാതകം നടത്തിയ ആളാണെന്ന് നമ്മളറിയില്ല. പിന്നെ ആയിരിക്കും ആശയല്ലേ പ്രധാനം. ഒരു ആശയത്തിന്റെ ബലത്തിലല്ലേ. ഞാനിപ്പോ ഒരാളോട് നേരിടേണ്ടി വന്നാൽ നേരിടാനുള്ള കരുത്ത് എന്റെ സ്വന്തം കരുത്താണോ? അല്ല. ഞാൻ ചേർന്ന പ്രസ്ഥാനം എനിക്ക് നൽകിയ കരുത്താണ്. എന്റെ ആശയ പ്രകടനത്തിൽ, അഭിപ്രായ പ്രകടനത്തിൽ എതിരാളിയോട് നേരിടേണ്ടി വന്നാൽ കടന്നാക്രമണത്തിന്റെ മുന്നിൽ ഞാൻ നിൽക്കുന്നത് എന്റെ പാർട്ടി നൽകിയ ആത്മവിശ്വാസത്തിന്റെ കരുത്തിലാ. ഞാൻ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ കരുത്തിലാ. എന്റെ സ്ഥാനം ഞാൻ അവിടെയാണ് നിശ്ചയിക്കുന്നത്. വർഗീയവാദി, മതമൗലികതാവാദി, അവന്റെ പ്രത്യയശാസ്ത്രം എത്ര ആപത്കരമാണ്. ആശയത്തോടല്ലേ ഏറ്റുമുട്ടുക. എന്ത് വലിയ ന്യായീകരണമാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് ലീഗ് കൊടുക്കുന്നത്. അത് മറ്റു മതങ്ങളെ അംഗീകരിക്കുന്ന പ്രത്യയശാസ്ത്രമാണോ? ഹിന്ദുവിന് തുല്യത അനുഭവിച്ചു കൊടുക്കുന്ന പ്രത്യയശാസ്ത്രമാണോ? മറ്റു മതങ്ങളെ കീഴടക്കി ഇസ്ലാമിന്റെ മേധാവിത്വം സ്ഥാപിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമായി നിൽക്കുന്ന കൂട്ടരുമായിട്ട് കൂട്ടുകെട്ടുണ്ടാക്കിയിട്ട് കമ്മ്യൂണിസ്റ്റിനെ തോൽപ്പിക്കാൻ അതിന്റെ സംഘടനാ രൂപങ്ങൾ പലതുണ്ടാക്കുകയാണ് പുതിയ തരത്തിൽ. എല്ലാവരും കൂടി കൂടിയിരിക്കുകയാണ്. നല്ല ജാഗ്രത വേണം. മുസ്ലിം വർഗീയവാദി, അതിനേക്കാൾ വലിയ മതമൂലികതാവാദി, അതിന്റെ ഇപ്പുറത്ത് കോൺഗ്രസ്, അതിന്റെ കൂടെ ലീഗ്, കുറച്ചകലെ BJP, എല്ലാവരും കണ്ണിട്ട് കാണിച്ച് കൈകോർത്ത് പിടിച്ച് ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ തകർക്കും. അതിനെ സഹായിക്കാൻ ഈ നാട്ടിലെ കുത്തക മാധ്യമ പ്രമാണിമാർ രാവിലെ മുതൽ രാത്രി വരെ 24 മണിക്കൂർ TV
സ്റ്റുഡിയോകളിൽ ഇരുന്നു കൊണ്ട് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ പ്രചരണ ഘോഷയാത്രകൾ നടത്തും. അത് നടന്നുകൊണ്ടിരിക്കുക കേരളത്തിൽ. പണം ചെലവഴിച്ചിട്ടാ. ആരെ പണമാണ് ഈ TV ചാനൽ? കോടീശ്വരന്റെ പണമാണ്, കോർപ്പറേറ്റ് പണമാണ്, കൊള്ളപ്പലിശയുടെ പണമാണ്, കള്ള തരത്തിലുണ്ടാക്കിയ പണമാണ്. അത് നിക്ഷേപിച്ചാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നത്. അവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ടാണ് അവിടെ ബാക്കിയുള്ളവർ നമുക്കെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നടക്കുകയാണ് കേരളത്തില്. ഇവര് കരുതിയിരിക്കുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇങ്ങനെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കാം എന്നാണ്. ഇപ്പൊ ഈ സമ്മേളനം നടക്കില്ലേ? സമ്മേളനം തുടങ്ങിയതോടെ കൂടി തന്നെ ഇവർക്ക് സഹിക്കണില്ല. ഇവര് വിചാരിച്ചു പോയി 38,000 ബ്രാഞ്ച് സമ്മേളനം, 38,000 ബ്രാഞ്ച് സമ്മേളനം കോൺഗ്രസ് നടത്തിയാൽ ഒരു ആശുപത്രിയിൽ 38,000 ബെഡ് കൊണ്ടിരൂലേ? തല്ലുംപൊടി കൂടിയിട്ടവിടെ കൊണ്ടാക്കാൻ വേണ്ടിയില്ലേ? എത്ര ആളുടെ മുണ്ട് അവർ ഊരി കൊണ്ടുപോകും? ഉറപ്പല്ലേ? ഇവിടെ 38,000 ബ്രാഞ്ച് സമ്മേളനം നടന്നിട്ട് ആരെങ്കിലും അറിഞ്ഞു? നമ്മളെ സഖാക്കളി രാവിലെ പോയി പതാക ഉയർത്തി പ്രസംഗിച്ചു, ചർച്ച ചെയ്തു, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു, കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്തു. രാഷ്ട്രീയ പ്രമേയം, സംഘടനാ റിപ്പോർട്ടുകൾ, പിന്നെ പ്രത്യയശാസ്ത്ര ചർച്ചകൾ എന്നൊക്കെ പറഞ്ഞ് നല്ല ഉത്കൃഷ്ടമായ നല്ല രാഷ്ട്രീയ സംഘടനാപരമായ വളർച്ചയുടെ എന്താ പറയാ, അതിന്റെ ഔന്നത്യമേറിയ പ്രകാശ രേണുക്കൾ നിറഞ്ഞ ഉജ്ജ്വലമായ ചർച്ച. ഒരു കമ്മിറ്റി, ഒരു സമ്മേളനം നടക്കുമ്പോൾ എന്താ രസം? ചില ആൾക്കാർ നേതാവിനെ വിമർശിച്ചു. പിന്നെ നേതാവിനെ വിമർശിക്കാൻ വേണ്ടി പ്രത്യേകം വെച്ചതാണ് ഈ സമ്മേളനം. അത് തന്നെ ഇവർക്കറിയില്ല. പിണറായിയെ വിമർശിച്ചു. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ ഒരു ഗുണം എന്താ? അതിന്റെ ഭരണഘടനയിൽ തന്നെ അവകാശങ്ങളുണ്ട്, ചുമതലകളുമുണ്ട്. ആ അവകാശങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സ്വന്തം ഘടകത്തിൽ ആരെയും വിമർശിക്കണം എന്നല്ല, ആ വിമർശനം പ്രോത്സാഹിപ്പിക്കണം എന്ന് എഴുതി വെച്ച പാർട്ടിയുടെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഉൽപ്പന്നമാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തന ശൈലി. ലോകത്തെല്ലാമുള്ള കമ്മ്യൂണിസ്റ്റുകാർ ചൂഷണത്തിനെതിരായി പോരടിക്കുന്നവർ, ദുർബലനായ മനുഷ്യന് നിരാശ ഉണ്ടാവുന്നിടത്ത് ആത്മവിശ്വാസം പകർന്നു നൽകുന്നവർ, അവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ആ സമർപ്പിതമായ കമ്മ്യൂണിസ്റ്റ് ജീവിതം എന്നത് പൂർണ്ണമായി, ഒരു സംശയമാർക്കും വേണ്ട, സമർപ്പിതമായ കമ്മ്യൂണിസ്റ്റ് ജീവിതം പാവപ്പെട്ടവന് വേണ്ടി സമർപ്പിച്ചതാണ്. സമൂഹത്തിലെ അതിദരിദ്രനും ദുർബലനും വേണ്ടി സമർപ്പിച്ചതാണ്. ആ ബോധത്തോടു കൂടിയാണ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിൽ ഇരിക്കുന്നത്. ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു പോറലേൽക്കാതെ കാത്തു രക്ഷിക്കേണ്ടത് ഈ നാടിന്റെ ആവശ്യമാണെന്ന ഉറച്ച വിശ്വാസത്തോടെ ദുർബലരോടുള്ള പ്രതിബദ്ധതയിൽ പാർട്ടി പ്രവർത്തിക്കുകയാണ്. അങ്ങനത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിന്റെ ആവശ്യമായ ചർച്ചയും കാര്യങ്ങളും ഒക്കെ നടക്കും. എല്ലാവരും പാർട്ടി അംഗങ്ങളൊന്നുമല്ല. എല്ലാവർക്കും ഒന്നും അംഗങ്ങളാവാൻ കുറെ പ്രയാസം ഉണ്ടാവും. അവരും സമ്മേളനത്തിന് വരും. അതിനാണ് ഒരു ബാൻഡൊക്കെ വെച്ചത്. അവരും സമ്മേളനത്തിന് വരും. അവർ വളണ്ടിയർമാരായിരിക്കും. അവരും സമ്മേളനത്തിന് വരും. നമ്മുടെ പൊതുയോഗത്തിൽ പങ്കെടുക്കും. അവരുടേതാണ് ഈ പാർട്ടി. അവർ ഈ പാർട്ടിയുടെ ഉടമസ്ഥന്മാരാ. അങ്ങനെ പാർട്ടി സമ്മേളനം അത് നടക്കുക. അപ്പൊ ഇങ്ങനത്തെ ഒരു മൈതാനം കിട്ടിയില്ല. അപ്പൊ റോട്ടൊക്കിൽ പൊതുയോഗം വെച്ചു. സഹിച്ചൂടാ. അയ്യോ, റോട്ടൊക്കിൽ മാർക്സിസ്റ്റ് പൊതുയോഗം വെച്ചു. കാറ് പോവാത്ത റോട്ടിൽ സ്റ്റേജ് കെട്ടി കുടുങ്ങിയില്ലേ മനുഷ്യൻ? ഏതോ റോട്ടൊക്കെ സ്റ്റേജ് കെട്ടിയാ തുടങ്ങിയില്ലേ? അപ്പോഴേക്കും മറ്റേ കേസ് സുപ്രീം കോടതിയിലേക്ക്. എന്തിനും ഇവിടെ ഒരു ലോക്കൽ സമ്മേളനത്തിന്റെ പൊതുയോഗത്തിന് സ്റ്റേജ് കെട്ടി സുപ്രീം കോടതിയിൽ പോയി കേസ് എടുക്കുക? എന്താ കാര്യം? അങ്ങനെയൊക്കെയാണ്. വലിയ പബ്ലിസിറ്റി കിട്ടും. എന്തൊരു ട്രാഫിക് ജാം. അല്ലെങ്കിൽ ഇവിടെ ട്രാഫിക് ജാം ഉണ്ടായില്ലേ? ഇപ്പൊ ഇന്ന് ഇവിടെ ഒരു ട്രാഫിക് ജാം ഉണ്ട് നമ്മളെ പൊതുയോഗത്തിന് നിന്ന്. അല്ലെങ്കിൽ കേച്ചേരിയിൽ ട്രാഫിക് ജാം എന്ത്? ഞാൻ ഇതിനെ പോകണ്ടേ? ഞാൻ ഇടയ്ക്കാണ്. 10 മനുഷ്യൻ പോകും എത്ര സ്ഥലം പോരെ? 10 കാർ പോകാൻ എത്ര സ്ഥലം വേണമെന്ന് ആലോചിച്ച് നോക്കിയേ. അത് ആരും പറയുന്നില്ല. ഇവരെല്ലാരും കൂടി കാർ പോകേണ്ട കാര്യം നടന്നു പോയപ്പോര്. എന്താ പണ്ടൊക്കെ നമ്മൾ നടന്നു പോയില്ലേ? ഇത്ര കാറ് വേണമെന്ന് നിങ്ങൾ ആരെയും ചോദിക്കുന്നില്ല. ആരും ചോദിക്കുന്നില്ലല്ലോ. എന്നാ ഇത്ര വലിയ കാറ് വേണോ? അത് വേണം. എന്നാ ഒരു കുഞ്ഞു കാറ് പോയപ്പോര്. പിന്നെ ഏറ്റവും വലിയ കാറ് പോകുമ്പോ അത്രയും സ്ഥലം പോവല്ലേ? 25 കാർ ഇങ്ങനെ കിടക്കുമ്പോ നിങ്ങൾ ആലോചിക്കേണ്ട എന്താ? 25 കാറ് കിടക്കുന്നു എന്നല്ല, 25 ആളെ ഉള്ളൂ എന്നാ. ഞാൻ അതിനെതിരൊന്നുമില്ല. കാറുള്ളോ കാറ് പോയിക്കോട്ടെ. അപ്പോ കാറുള്ളോൻ കാറ് പോകുന്നത് പോലെ തന്നെ പാവങ്ങൾക്ക് ഒരു ജാഥ നടത്താനുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ചു തരണമെന്ന് വളരെ വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ ഇതുമ്പോ കുത്തിക്കേണ്ട. മനസ്സിലായി? ഇവരെ ഇറങ്ങിയിരിക്കപ്പോ വിവരമില്ലാത്തൊരു നമ്മളോട് എന്തിനാ നിങ്ങൾ ഈ ജാഥ നടത്തുന്നത്? എന്തിനാ നിങ്ങൾ ഈ പ്രകടനം നടത്തുന്നത്? എന്തിനാ നിങ്ങളുടെ വളണ്ടിയർ മാർച്ച്? ഞാൻ ചോദിക്കുന്നവരുണ്ട്. ഞാൻ എപ്പോഴും പറയും, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നത് സോഷ്യലിസം സ്ഥാപിക്കാനാണ്. ഉള്ളവനും ഇല്ലാത്തവനും ഇല്ലാത്ത ഒരു ലോകം സൃഷ്ടിക്കാനാണ്. സാമൂഹ്യ മാറ്റത്തിനാണ്. സാമൂഹ്യ മാറ്റത്തിന്റെ പതാകയും എന്തിയാണ് ആ വളണ്ടിയർ മാർച്ച് പോകുന്നത്? ഇന്നല്ലെങ്കിൽ നാളെ ഈ നാടിനെ വിമോചിപ്പിക്കും എന്ന ആത്മവിശ്വാസത്തിന്റെ അടയാളമാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ കൂട്ടായ്മകൾ. അതാണത്. ആശയ രാഷ്ട്രീയ സംവാദമുണ്ട്. ഒരു സമൂഹത്തിൽ പലതരം സമരങ്ങൾ നടക്കേണ്ടതുണ്ട്. പ്രത്യയശാസ്ത്ര സമരം വേണം, ആശയ സമരം വേണം. ആശയ സമരത്തിന്റെയും പ്രത്യയശാസ്ത്ര സമരത്തിന്റെയും രാഷ്ട്രീയ സമരത്തിന്റെയും വേദിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനങ്ങൾ. സമൂഹത്തിന്റെ പൊതുബോധത്തെ പുരോഗമനപരമായി പരിവർത്തനം ചെയ്യിക്കാൻ ആവശ്യമായ എല്ലാം കലരുന്നത് കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മേളനങ്ങൾ. അത് നയപരമായ തീരുമാനങ്ങൾ എടുക്കും, പ്രത്യയശാസ്ത്ര തീരുമാനങ്ങൾ എടുക്കും. സമൂഹത്തെക്കുറിച്ച്, അതിന്റെ മാറ്റങ്ങളെ കുറിച്ച് സജീവമായി ചർച്ച ചെയ്യില്ല. അതല്ലേ വേണ്ടത്. ഈ മാറുന്നൊരു ലോകത്ത് നമ്മൾ ജീവിക്കുന്നത്. ഇരിക്കുന്ന സമയത്ത് മുഴുവൻ ചർച്ച നരകം എങ്ങനെയാ അതൊന്നും ഇല്ല കേട്ടോ. ആ ചർച്ച നമ്മളെ പാർട്ടിയിലില്ല. നരകം എങ്ങനെയെന്ന ചർച്ച ഒറ്റ പാർട്ടി സമ്മേളനത്തിലും ഇല്ല. വേറെ ചിലരുണ്ട്
മരിച്ചു പോയുള്ള കാര്യം മാത്രമേ പറയുള്ളൂ, ജീവിച്ചിരിക്കുന്ന കാര്യം ഒന്നും പറയില്ല. മനുഷ്യപ്പ ശ്രമിക്കുന്ന എന്തിനാ? മരിക്കാണ്ടിരിക്കാനാ. പണ്ടത്തെ ആ ഒരു നിരക്ക് എത്രയാ? 25, 30, പിന്നെ 40, 45, ഇപ്പൊ എത്രയാ? 80, 90. മനസ്സിലായില്ലേ? വടി കുത്തിപ്പിടിച്ച് ആരെങ്കിലും ഈ സമ്മേളനത്തിന് വന്നോ? ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും എന്തെങ്കിലും വരെ പ്രയാസം അങ്ങനത്തെ അല്ലാതെ പ്രായം കൂടി വടി കുത്തിപ്പിടിച്ചോ ആരും ഇല്ലപ്പോ. പെൻഷൻ പറ്റിയ ആളെ കണ്ടാൽ തിരിച്ചറിയില്ല. കല്യാണം കഴിക്കാൻ പോയിരിക്കും, നല്ല ആരോഗ്യ, മുടി കറുപ്പിച്ച് ഇങ്ങനെ പോകുന്നുണ്ടോ. പെൻഷൻ പറ്റിയ മാഷ് മാത്രമല്ല, പെൻഷൻ ആരോഗ്യണ്ടേ. 30 വയസ്സിൽ ജോലി ഇട്ടി, 55 വയസ്സിൽ പിരിഞ്ഞു, 25 കൊല്ല. മനസ്സിലായോ? ജോലി ചെയ്ത് പിന്നെ 85 വയസ്സിൽ മരിച്ചു പറഞ്ഞാൽ 30 കൊല്ല പെൻഷൻ. അങ്ങനെ നമ്മുടെ നാട് ഇനി അതിനേക്കാൾ കൂടും. AI ടെക്നോളജി കണ്ടുപിടിച്ചിരിക്കുക. ആ ടെക്നോളജിയുടെ ഏറ്റവും വലിയ നേട്ടം എല്ലാ കാര്യത്തിലും ഞാൻ പോലില്ല, ആയുർ നിരക്ക് കൂടും. ഒരു 25 കൊല്ലം കഴിഞ്ഞാൽ ശരാശരി ആയുസ് 100 ആവും. മനസ്സിലായി? നിങ്ങൾ കേച്ചേരിന്ന് മറ്റേ പന്നിത്തരത്തേക്ക് നടന്നു പോകാനുള്ള പ്രായം നോക്കിയാൽ 100 വയസ്സ് കയ്യും വീശി ഇങ്ങനെ പോകുന്നുണ്ടാവും. പിന്നെ ഒരു 25 കൊല്ലം കഴിഞ്ഞാലോ 150 വയസ്സ്. മനസ്സിലായി? ഞങ്ങള് അങ്ങനെ ലോകം മാറാൻ പോവാണ് എന്ന് വരുമ്പോ നരകത്തിനെ കുറിച്ച് പേടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? മാറുകയാണ്. സാങ്കേതിക വിദ്യയാണ്, പുതിയ കാലാണ്, പുതിയ ശാസ്ത്രമാണ്, ശാസ്ത്ര നേട്ടങ്ങളാണ്. ലോകമുണ്ടായത് എങ്ങനെയെന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആ കണത്തിന് നൽകിയ പേര് ദൈവകണം എന്നാണ്. അതാണ് മാറ്റം. അത്തരം പരിഷ്കൃതമായ ഒരു സമൂഹത്തിന്റെ വേഗതയേറിയ പുരോഗതിയുടെ സൂക്ഷ്മാംശങ്ങളെ കുറിച്ചുള്ള തിരിച്ചറിവ് സാധാരണ മനുഷ്യന് കൂടി ഉണ്ടാക്കാൻ സഹായകരമായ രൂപത്തിലുള്ള ചർച്ചകളും സംവാദങ്ങളും ഒക്കെ നടത്തുന്ന, കളിമണ്ണിൽ നിന്ന് ശില്പി സൂക്ഷ്മ വിഗ്രഹം നിർമ്മിക്കുന്നത് പോലെ അതിസാധാരണക്കാരനായ മനുഷ്യനിൽ നിന്ന് ലോകത്തെ പരിവർത്തനം ചെയ്യാനുള്ള ആത്മവിശ്വാസത്തിന്റെ കരുത്ത് നിർമ്മിക്കുന്ന പാർട്ടിയുടെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ പാർട്ടിയുടെ സമ്മേളനമാണ് നടക്കുന്നത്. ഏത് ചടങ്ങിൽ പങ്കെടുത്താലും ആത്മാഭിമാനമാണ്. വളണ്ടിയർ ആയാൽ, പ്രകടനത്തിൽ വന്നാൽ, 5 മിനിറ്റ് കണ്ട് നോക്കിയാൽ ആ മനുഷ്യന് പോലും ഞങ്ങൾ നൽകുന്നത് ഈ സമൂഹ തിന്മകളെ ഇല്ലാതാക്കാമെന്ന ആത്മവിശ്വാസത്തിന്റെ കരുത്താണ്. ആ കരുത്തിൽ ചെങ്കൊടികളുമായി കേരളത്തിലെ CPIM, ഇന്ത്യയിലെ CPIM പ്രവർത്തിക്കുകയാണ്. വലിയ പ്രയാസങ്ങൾ നേരിട്ടതാണ്. ഇപ്പോഴത്തതുപോലെ ആയിരുന്നില്ല. ഒറ്റപ്പെട്ട് ഒരാളായി, 5 ആളായി, 3 ആളായിട്ടൊക്കെ പ്രവർത്തിച്ചൊരു പാർട്ടിയാണ്. ഒരു 5 കൊല്ലം പ്രവർത്തിച്ച് 55 ജയിൽ പോകും. പണ്ട് അങ്ങനെ ഇരുന്നു. 48 ജയിലിലായിരുന്നു, 42 ജയിലിലായിരുന്നു, 45 പുറത്തേക്ക് വന്നു, 48 ജയിലിലായിരുന്നു, 51 പുറത്തേക്ക് വന്നു, 62 ജയിലിലായിരുന്നു, 65 പുറത്തേക്ക് വന്നു, 77 ജയിലിലായിരുന്നു, 75 പുറത്തേക്ക് വന്നു. ഓരോ ഇടവേളകളിലും ജയിലിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. 29 MLA ജയിലിൽ കിടന്നാണ് ഈ CPIM-ന്റെ MLA 1965 ജയിച്ചത്. 29 പേർ ജയിലിൽ കിടന്ന സഖാവ് അനിരുദ്ധന് പകരം 4 വയസ്സായ സഖാവ് സമ്പത്താണ് തിരുവനന്തപുരം നഗരത്തിലൂടെ ജയിലിൽ കിടക്കുന്ന എന്റെ അച്ഛന് വേണ്ടി അരിവാൾ ചുറ്റുകയിൽ വോട്ട് രേഖപ്പെടുത്തുക എന്ന് പ്രസംഗിച്ചുകൊണ്ട് നടന്നത്. ചരിത്രത്തിന്റെ ഭാഗമാണത്. ആ നിലയിൽ കടന്നു വന്നതാ. വലിയ ഏറ്റുമുട്ടലുകളാ RSS-കാരും കോൺഗ്രസ്സുകാരും പോലീസുകാരും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാരും ഗുണ്ടകളും ക്രിമിനലുകളും കടന്നാക്രമിച്ച് തോൽപ്പിക്കാനാവാതെയാണ് ഈ പാർട്ടി വന്നത്. അതിന്റെ വളർച്ചയിലെ ഏറ്റവും തിളങ്ങുന്ന നാടിന്റെ പേരാണ് കേരളം. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ ഇല്ലാതാക്കി മായ്ച്ചു കളയും എന്ന് പ്രഖ്യാപിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ പ്രതിലോമകാരികളോടും പറയാനുള്ളത് കീഴടങ്ങില്ല, നിങ്ങളെ തോൽപ്പിക്കുക തന്നെ ചെയ്യുമെന്നാണ്. ആ പോരാട്ടത്തിന്റെ പാർട്ടിയിൽ അണിനിരന്ന് ഈ സമ്മേളനം വലിയ വിജയമാക്കാൻ സമ്മേളനാനന്തരമുള്ള ദിവസങ്ങളിൽ ഈ കേരളത്തിലെ പ്രതിലോമത ഉണ്ടാക്കിയ അവരുടെ കാര്യരുമ്പിന്റെ കരുത്ത് എന്നവർ ധരിക്കുന്ന ആ കൂട്ടായ്മ, അതിനെ തകർക്കും ഞങ്ങൾ എന്ന് പ്രഖ്യാപിക്കുന്ന വലിയ പ്രവർത്തനത്തിലേക്കാണ് CPIM മുന്നേറാൻ പോകുന്നത്. ഈ നാടിനെ തീവ്രവർഗീയതയിൽ നിന്നും പ്രതിലോമ വികാരങ്ങളിൽ നിന്നും വിമോചിപ്പിച്ചെടുത്തുകൊണ്ട് മനുഷ്യ നന്മയുടെ വലിയ വാതായനങ്ങൾ തുറന്ന് കുതിച്ചു പോകുന്ന പുതിയ കാലം സൃഷ്ടിക്കാൻ, അത് കേരളം ഏറ്റവും മുന്നിൽ നടക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു വിപ്ലവ ഇന്ത്യയെ കൂടി സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള മഹാപോരാട്ട പോർമുഖങ്ങളിൽ ഒരുമിച്ച് നിൽക്കേണ്ടവരാണ് നമ്മൾ എന്ന് ഓർമ്മിപ്പിച്ച് എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നതിന്റെ വാക്കുകൾ അവസാനിപ്പിക്കും.